മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മത്തായി 16-13 മുതൽ 20 വരെ. യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ഫിലിപ്പിലെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്നു പറയുന്നു എന്ന് ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ പറയുകയാണ് യോഹന്നാൻ സ്നാപകൻ, മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? ഇതെല്ലാം പറഞ്ഞതല്ലേ, ശരി തന്നെ. പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബർയോൻഷിന്റെ മകനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പിന്നെ യേശു പറയുകയാണ്, ഞാനാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ഇനി ആരോടും ഒന്നും പറയണ്ട, കാരണം ഇനി സമയമൊന്നും അധികമില്ല. 33 വർഷത്തെ എൻ്റെ ശുശ്രൂഷ, എൻ്റെ 33 വയസ്സിൽ നിന്ന് 3 വർഷത്തെ എൻ്റെ ശുശ്രൂഷയൊക്കെ കഴിയാറായി വരികയാണ്. ഇനി ഇതിനെക്കുറിച്ച് വല്ലവരൊക്കെ ചോദിക്കാൻ വേണ്ട. ഇവിടെ മുഖവര ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഈ വചനത്തിന്മേൽ നമുക്ക് കരങ്ങളെ വെക്കാം. നമ്മളിവിടെ ഒന്ന് ചേർന്നാണ് ഈ ദേശത്തോട് പ്രസംഗിക്കുന്നത്. പത്രോസയ്ക്ക് മർക്കോസിന്റെ മാളിക മുറി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതുപോലെ, 12 പേരുടെ മധ്യത്തിൽ പത്രോസ് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതുപോലെ, ആത്മാവിൻ്റെ ശക്തിയിൽ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നടന്നതുപോലെ, ആ ദേശത്തിന്മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നതുപോലെ, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ചുറ്റുപാടുകളിൽ വ്യാപരിച്ച് 3000-ലധികം പേർ പിന്നെയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുക എന്നൊക്കെ വേണം അവസരങ്ങൾ ഉണ്ടായതുപോലെ എൻ്റെ കൂടെ ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, ദൈവമക്കൾ, നമ്മളെല്ലാവർക്കും സത്യവേദപുസ്തകത്തിൽ വചനത്തിന്മേൽ കരം വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നേരം ദൈവത്തിന്റെ വചനം ഈ ദേശത്തിന്മേൽ വ്യാപരിക്കട്ടെ. ദേശത്തെ ആധിപത്യം ചെയ്യുന്ന അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ, സകലവിധ വാഴ്ചകളെയും പോരുകളും ദേശത്ത് നീക്കപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ സൈന്യം ദേശത്തിന്മേൽ ഇറങ്ങട്ടെ. ദൈവപ്രവൃത്തി ദേശത്തിൽ വെളിപ്പെടട്ടെ. കാതുകളെ കുരുടാക്കുന്ന, മനസ്സിനെ മടുപ്പിക്കുന്ന, ദേശത്തിൽ പാപത്തെ വർദ്ധിപ്പിക്കുന്ന ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികൾ ദേശത്തിൽ താഴെയാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ സുവിശേഷ മഹായോഗത്തിന്റെ 3-ാം നാളിൽ ഈ സന്ധ്യകൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് നിങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എളിവനെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നതോട് കൂടി ഇരിക്കണമേ. നിൽപ്പാൻ പാദങ്ങൾക്ക് കേൾപ്പ് തരണമേ. അതിർത്തെ ശുദ്ധീകരിക്കണമേ. കൃപയാൽ പൊതിയണമേ. ദൂതന്മാർ ഊരിപ്പിടിച്ച് പിന്നിത്തിറങ്ങുന്ന വാളേന്തി ഈ ശബ്ദപ്രവാഹങ്ങൾക്കുള്ളിൽ അതിന് ചുറ്റിനും കാവലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ വ്യാപനത്തിനെതിരായി നിൽക്കുന്ന എല്ലാ അധികാരങ്ങളെയും നീക്കണമേ, നിരോധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ, ദൈവമക്കൾ, ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം കർത്താവ് യേശുവിൻ്റെ ധന്യവാദം തന്നെ. കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യാമോ? ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്നാണ് വചനം ശുശ്രൂഷിക്കുന്നത്. എന്നോട് പലരും ചോദിക്കുകയുണ്ടായി, മാത്യു പാസ്റ്റേ സ്വന്തം വീടല്ലേ, പിന്നെ മാത്യു പാസ്റ്റർ എന്ന് പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്, വേറെ ആരെങ്കിലും പ്രസംഗിക്കും? ഞാൻ 10-18 വർഷമായിട്ട് ഈ ദേശത്തിൽ കേരളക്കരയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായ ജീവിതത്തിൽ കറവരളാത്ത ദൈവദാസന്മാരെ കൊണ്ട് ഞാൻ 3-4 ദിവസം വെച്ച് ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഓരോ വീടിൻ്റെയും മുറ്റത്ത് കൺവെൻഷൻ നടത്തും. ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിക്കും ഇന്നവരുടെ വീട് മുറ്റമെന്ന്. ഞാൻ ആദ്യം ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒത്തിരി തടസ്സങ്ങളൊക്കെ. ഞാൻ വെച്ച് പ്രാർത്ഥിക്കും. ഓടി വന്ന് വിളിച്ച് തരത്തക്ക രീതിയിൽ സംവിധാനം ദൈവം ഒരുക്കും.
ഏത് മുറ്റത്തിന്മേൽ ഞാൻ കൺവെച്ചിട്ടുണ്ടോ ആ മുറ്റത്തെല്ലാം ഈ വീക്കോട്ടയം വരെ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അത് ജാതികളോ ഹിന്ദുവോ ക്രിസ്ത്യനോ ഏതായാലും ശരി. കാരണം ഞാൻ ഉന്നം വെച്ചാൽ അത് പിടിച്ചെടുത്തിരിക്കും. നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രിയപ്പെട്ടവരൊക്കെ അത് കേൾക്കുകയും ചെയ്യാം. ഏത് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒക്കെ ആ കൺവെൻഷൻ ഇവിടെ വരെ നടത്തിയേ. ഇന്ന് എനിക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ട് ഈ ദേശത്തിന് കൊടുക്കുവാൻ. എന്നോട് ചിലർ ചോദിച്ചു, പാസ്റ്റർ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ, എങ്ങനെയാ പാസ്റ്റർ പ്രസംഗിക്കുന്നേ? എടാ, സ്വന്തം വീട്ടിലും സ്വന്തം ഭവനത്തിലും യേശുവിനെ ഉയർത്താൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ വേറെ പണിക്ക് പോകണമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ട് എനിക്ക്. സ്വന്തം ഭാര്യയുടെ മുമ്പാകെ കറപറില്ലാത്തൊരു ഭർത്താവായി ജീവിക്കാൻ തൻ്റെ ഇടമില്ലാത്തവൻ വേദവസ്തു എടുക്കരുത്, വിശ്വാസിയാകരുത്. സ്വന്തം മക്കളുടെ മുൻപാകെ മാതൃകപരമായി ജീവിക്കാൻ തൻ്റെ ഇടമില്ലാത്തവൻ വേദവസ്തു എടുക്കരുത്, വിശ്വാസിയാകരുത്. സ്വന്തം വീതികളിൽ, സ്വന്തം വീടിൻ്റെ പടിക്കൽ, സ്വന്തം പ്രദേശങ്ങളിൽ യേശുവിനെ ഉയർത്താൻ തൻ്റെ ഇടമില്ലാത്തവൻ വിശ്വാസിയാകരുത്, വേദവസ്തു എടുക്കരുത്. എന്നോട് ഒരാൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു, പാസ്റ്റർക്ക് നല്ല ശുശ്രൂഷയൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷേ ആദ്യം ഇടുക്കിയിലോ പിന്നാണെങ്കിൽ ഹൈ റേഞ്ചിലൊക്കെ പോയി ശുശ്രൂഷ തെളിഞ്ഞിട്ട് വരണമെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇടുക്കിക്കാരനെ ഇവിടെ കിടന്ന് തെളി പറയുക. ഇച്ച പഴിച്ചാൽ ഏത് പാസ്റ്റോട് ചോദിച്ചാൽ ഇടുക്കി ഹൈ റേഞ്ചാണ് പറയുന്നത്, അല്ലയോ? ഇന്ന് നമ്മുടെ ഈ പ്രദേശങ്ങൾ ഏറെക്കുറെ എനിക്ക് നമ്മുടെ ദേശത്തിൽ നമ്മുടെയൊക്കെ ഗുണം കൊണ്ടാണ് നമ്മുടെയൊക്കെ കൺവെൻഷൻ വേദികളിൽ പുറത്തുനിന്നുള്ള ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കും. നമുക്ക് ഭാര വെക്കാനേ അറിയത്തുള്ളൂ. ഒരുവൻ വളരുമെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് പണി കൊടുക്കും. ആരെയും കണ്ട രണ്ടുപേരും തമ്മിൽ കണ്ടാൽ പറഞ്ഞ് ഇന്നത്തെ കൺവെൻഷൻ അത് അങ്ങോട്ട് ശരിയാണ് എന്ന് പറഞ്ഞ 1.5 മണിക്കൂർ പ്രസംഗിച്ചെങ്കിലും ഒരു വാക്ക് ശരിയായില്ല. ഇങ്ങനെ പറയുന്നവരാരും ഈ പുസ്തകം എടുത്ത് വിജയിച്ചിട്ടില്ല. പുസ്തക തൊഴിലാളിയായി ജീവിക്കുന്നേ പറ്റൂ. എന്നാൽ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി വേദി ഒരുക്കുവാനും അവർക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കുവാനും എന്തും മറന്ന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ അവരെ ദൈവം അനുഗ്രഹിക്കും. എനിക്കിന്ന് 35,000-ഓളം വാൾസ് സൗണ്ടുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് മൊത്തമുണ്ട്, മീഡിയ ഉണ്ട്, സകല സംവിധാനങ്ങളും ഉണ്ട്. എനിക്ക് പ്രസംഗിക്കാനുണ്ട് കൊതിയുണ്ടോ, അല്ലെ അവസരമില്ലാഴികയുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാരൊക്കെ വളരണം, ആ കൂട്ടത്തിൽ ഞാനും വളരണം. നമ്മളിപ്പോൾ ഒരു വൃക്ഷം നട്ട് കൊടി നട്ടാൽ വൃക്ഷം തന്നെ വളർന്നു കയറിയാൽ പറ്റത്തില്ല, കൊടി തന്നെയും വളർന്നു കയറാൻ പറ്റത്തില്ല. വൃക്ഷം വളരുന്നതിൻ്റെ അനുസരിച്ച് കൊടിയും വളരണം. അപ്പോൾ ഈ കൊടിയാണ് ലക്ഷ്യം. പ്രത്യേകം ഞാൻ എൻ്റെ അയ്യത്തെല്ലാം ഞാൻ ശാസ്ത്രീയമായ രീതിയിൽ കാട്ടുവേപ്പ് നട്ട് കൊടിയൊക്കെ നട്ട് ശാസ്ത്രീയമായി. അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെ അവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നോക്കണം, നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ നമ്മൾ വായിച്ചത് യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യോർദാൻ നദിക്ക് 25 മൈൽ വടക്ക് കിഴക്കുള്ളതാകുന്ന ഒരു പ്രദേശമാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. യോർദാൻ നദിയുടെ ഉത്ഭവം അവിടെയുള്ളതാകുന്ന ഈ കൈസരിയുള്ളതാകുന്ന ഒരു പാറവിള്ളിൽ നിന്നാണ്. വളരെ പ്രചുരമായ, വളരെ പ്രശസ്തമായ, വളരെ അനുഗ്രഹീതമായ യോർദാൻ നദിയുടെ ഉത്ഭവം ഫിലിപ്പിൻ്റെ കൈസരിയുടെ ഭൂപ്രദേശത്തിൽ നിന്നാണ്. യേശു 3.5 വർഷക്കാലം പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ശ്രേഷ്ഠമാകുന്ന, മഹത്വകരമാകുന്ന, അനുഗ്രഹപ്രദമാകുന്ന, അഭിമാനകരമാകുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു. ആ ശുശ്രൂഷയുടെ അന്ത്യനാളിലേക്ക് അടുക്കും സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ 12 പേരെയും കൂട്ടിച്ചേർത്തൊരു യാത്ര പോയി. ഒരു ടൂർ പോലൊരു യാത്ര. ഏകാന്തതയിൽ, ശാന്തതയിൽ ചില കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ, അവരെ പഠിക്കുവാൻ, അവരെന്ത് പഠിച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ യേശു അങ്ങനെ, ദൈവാത്മാവ് അങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും, നമ്മളെ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാർ 12 പേരെയും ചേർത്തുകൊണ്ട് ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തി. ഈ 3.5 വർഷം നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു, അപ്പം തന്നു, എല്ലാം അനുഭവിച്ചു, അതിശയങ്ങളും കണ്ടു. നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല ലാസറിൻ്റെ കല്ലറയിൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. എല്ലാവരും പറഞ്ഞു ലാസർ മരിച്ചു പോയതാ, ലാസർ മരിച്ചുപോയി. യേശു പറഞ്ഞു അത് മരണത്തിന് വേണ്ടിയല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുവാൻ വേണ്ടിയാ. അപ്പൊ ലാസറിന്റെ കലയിൽ ചെന്നിട്ട് അവരുടെയൊക്കെ വിശ്വാസത്തിനപ്പുറമായിട്ട് ലാസറെ പുറത്തു വരൂ എന്നുള്ളതാകുന്ന മൃദുല സ്വരത്തിൽ യേശു ലാസറിനെ ഉയർപ്പിച്ചു. അതേപോലെ തന്നെയാണ് ഗലീലാക്കടലിൽ അവർക്ക് വലിയ പ്രയാസം നേരിട്ടു. അവർ തന്നെ അലമുറയിട്ട് പറയുകയാണ്, അതാ ഞങ്ങൾ മരിച്ചു പോകുന്ന നിനക്ക് ചിന്തയില്ലേ? യേശു അമരത്ത് തലയഴിച്ച് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുകയല്ല, വിശ്വാസികളെ പഠിക്കുകയാണ്.
നമ്മൾ ഓരോരുത്തരും ആ ഒരു കൃപയുണ്ടാകണം. വെറുതെ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാനോട്ട് ആകരുത് നമ്മുടെയൊക്കെ ജീവിതം. ഭാര്യയെ പഠിക്കണം, മക്കളെ പഠിക്കണം, മാതാപിതാക്കളെ പഠിക്കണം, സഹോദരങ്ങളെ പഠിക്കണം, കൂടെ നടക്കുന്നവരെ പഠിക്കണം. എല്ലായിടത്തൊക്കെ ഒരു പഠിക്കാനൊരു ബ്രെയിൻ നമുക്കുണ്ടാകണം. കാര്യമൊക്കെ കാര്യമാണ്. ഞാൻ വളരെ ചേർന്ന് വെറും പാവത്തെ പോലൊക്കെ പതുങ്ങിയിരിക്കും. പക്ഷേ ഇവൻ്റെ ആട്ടി തൊട്ട് മേൾ വരെ ഞാൻ നോക്കി പഠിച്ചുകൊണ്ടിരിക്കും. ആസ്തം ഞാനിവിടെ ചെന്ന് സാധുവിനെ പോലൊക്കെ കുഞ്ഞും കൂടെയൊക്കെ ഇരിക്കും. പക്ഷേ ഇവനെ കംപ്ലീറ്റ് പഠിക്കും ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട്. ഇവിടെ ചെന്ന് എത്തുമെന്നും എനിക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. പഠിക്കുന്നവരായിരിക്കണം. യേശു പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്ന ദൈവമക്കളേക്ക് നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ സാക്ഷ്യം ദൈവനാമ മഹത്വകരമായ രീതിയിൽ ഉയർത്തുന്നവരായിത്തീരണം. യേശു ഇവരോട് ചോദിക്കുകയാണ്. എന്താ പറഞ്ഞത്? യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയപ്പോൾ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, ഇവര് പറയുകയാണ്, ചിലര് പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണ്. കാരണമുണ്ട്. ഹെരോദാവാണ് ആദ്യം പറഞ്ഞത്. യേശുവിന്റെ ഈ അത്ഭുത പ്രവൃത്തികളും കാര്യങ്ങളും കണ്ടപ്പോൾ ഹെരോദാവിനാണ് ആദ്യം സംശയം തോന്നിയത്, ഇവൻ യോഹന്നാൻ സ്നാപകനാണോ? അപ്പൊ ഇതേ നാട്ടിൽ മൊത്തം പാട്ടായി. ഹെരോദാവ് പറയുന്നു ഒരു പക്ഷേ ഇത് യോഹന്നാൻ സ്നാപകനായിരിക്കും. അപ്പോൾ ഇതറിഞ്ഞ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനോ, മറ്റു ചിലർ ഏലിയാവ്, മരണങ്ങൾ അത് എടുക്കപ്പെട്ടവനാണ് ഏലിയാവ്. അപ്പോൾ മരണങ്ങൾ അത് എടുക്കപ്പെട്ട പിന്നെയും ജീവിച്ചിരിക്കും വരുമെന്നൊക്കെയുള്ള ചിന്തയുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ. അപ്പോൾ ഒരു സംശയം, ഇതൊരു പക്ഷേ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തികളും വീര്യപ്രവർത്തികളും അതിശയകരമാകുന്ന പ്രവൃത്തികളും കണ്ട ജനത്തിന് പലവിധ സംശയങ്ങളായി. ചിലർ പറയുകയാണ് അത് യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുകയാണ് അത് ഏലിയാവെന്ന്, വേറെ ചിലർ എന്ത് പറയുന്നു, വേറെ ചിലർ പറയുകയാണ് യിരെമ്യാവ്. എന്താണ് കാരണം? കണ്ണുനീരിന്റെ പ്രവാചകനാണ് യിരെമ്യാവ്. കണ്ണുനീരിന്റെ പ്രവാചകൻ കണ്ണുനീരോടുകൂടി വേദനയോടുകൂടി പ്രവചിക്കുന്ന പ്രവാചകനാണ് യിരെമ്യാവ്. കാരണമുണ്ട്, ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നിട്ട് യേശു കണ്ണുനീർ വാർത്തു. അപ്പം ഈ യേശുവിന് കരയാൻ പറ്റുമോ? യേശു എന്തിനാ കരഞ്ഞത്? അപ്പം ഇത് മിക്കാറ് യിരെമ്യാവായിരിക്കും, കാരണം കണ്ണുനീരിന്റെ പ്രവാചകൻ. പിന്നെന്ത് പറയുന്നു? പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. പിന്നീട് പറയുകയാണ് പ്രവാചകന്മാരിൽ ഒരുത്തൻ. അവരുടെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ വിഷയം വളരെ വേഗം എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. പ്രവാചകന്മാരിൽ ഒരുത്തൻ, പ്രവാചകനാകുന്ന മോശ പറഞ്ഞത് എന്നെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടാകും, അത് കർത്താവ് യേശു ക്രിസ്തുവാ. പക്ഷെ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ വയ്യ. ഇന്നും യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവരിനിയും വേറെ ആരാണ്ട് നോക്കിയിരിക്കുക. വരുന്നു ഊതം കെട്ടിയത് വെളി താപ്പോട്ട് ഇതിനെല്ലാം കൊണ്ടുപോകാനായിട്ട് നോക്കിയിരിക്കുക. ഇപ്പോഴും ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ 2025 ജനുവരി മാസം 5-ാം തീയതി അവർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ കലണ്ടർ അത് തന്നെയാണ്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിനെ അവർ വിശ്വസിക്കുന്നില്ല, യഹൂദന്മാരും. അപ്പം അവർക്കും വിശ്വാസമില്ലായിരുന്നു. അവർ പറഞ്ഞ പ്രവാചകന്മാരിൽ ആരോ ഒരുവനായിരിക്കും. പോട്ട് യേശുവിന് മനസ്സിലായി, ഇനി ഇവരോട് ചോദിച്ചോട്ടൊന്നും വലിയ കാര്യം, കാണുമ്പോഴുള്ള കാര്യമൊന്നും ഇവരുടെ കിട്ടത്തില്ല. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, എന്നാണ് ചോദിച്ചേ, എന്നാൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചത്. യേശു ചോദിക്കുകയാണ്, മക്കളെ 3.5 വർഷക്കാലം നിങ്ങൾ എൻ്റെ കൂടെ നടന്നില്ലേ, ഉണ്ടില്ലേ, ഉറങ്ങിയില്ലേ, കല്ലും മുള്ളും താണ്ടി ഗലീലയിൽ അങ്ങോളം ഇങ്ങോളം നടന്നില്ലേ? നിങ്ങൾക്ക് എന്നെ എന്തോ മനസ്സിലായി? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? യേശു ചോദിക്കുകയാണ്. വായിക്കാം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. എടുത്തുചാട്ടക്കാരനാണ് ശീമോൻ പത്രോസ്. 12 ശിഷ്യന്മാരും കൂടെയുണ്ട്. 12 ശിഷ്യന്മാരും കൂടെ ഉള്ളപ്പോൾ ശീമോൻ പത്രോസ് എടുത്തു ചാടിച്ചു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ കേട്ടോ, എന്റെ പോയിന്റ് അതാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പത്രോസ് പറയുകയാണ്, വിദ്യാഭ്യാസമില്ല പത്രോസിന്, എന്നെ പോലെ വലിയ വിദ്യാഭ്യാസം ഒന്നും പറയാനില്ല.
മുക്കോക്കുടലിൽ മീനും പിടിച്ച് മീൻ്റെ മണവുമേറ്റ് മുക്കോക്കുടലിൽ ജീവിച്ചവൻ. വല നന്നാക്കുക, മീൻ പിടിക്കുക, വിറ്റ് കാശുണ്ടാക്കുക, അതുകൊണ്ട് ജീവിക്കുക. സാധുക്കൾക്ക് അത്രയുള്ളവരുടെ ജോലി. സാധുക്കളുടെ ജീവിതമാർഗം മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുക എന്നുള്ളതാണ് ഈ സാധുക്കളുടെ ജോലി. യേശു ഇങ്ങനെ കടലോരത്ത് നടക്കുന്നുണ്ട്. വല നന്നാക്കുന്നതിൻ്റെ ശുഷ്കാന്തിയും അവൻ്റെ ശ്രദ്ധയും അവൻ്റെ ആ ഹൈസ്പീഡും ഇതെല്ലാം കണ്ടപ്പോൾ ദാവീദിനെ തെരഞ്ഞെടുത്തതുപോലെ യോശുവെ തെരഞ്ഞെടുത്തതുപോലെ ദൈവാത്മാവിലൂടെ യേശു പത്രോസിനെ തെരഞ്ഞെടുത്തു. വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ മുക്കോക്കുടലിൽ മീനുമൊക്കെ പിടിച്ചോണ്ടിരുന്നാകുന്ന പത്രോസിനെ യേശു കൂടെ ചേർക്കുകയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പിടിച്ചു കയറ്റുമ്പോൾ വലിയ ദുർഗന്ധമുണ്ടാകും, മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് ശരീരത്തിലുണ്ടാവും. യേശുവിനാവുന്നൊരു വിഷയമല്ല. എത്ര ദുർഗന്ധം ഉണ്ടാവാനായാലും പല്ല് തേക്കത്ത വ്യക്തി ആയാലും ഉടുപ്പ് മോശമായാലും ഒന്നും കുഴപ്പമില്ല, നമുക്കൊക്കെ ഭയങ്കര വിഷയമാണ്. മാസ്റ്റർ. നമ്മുടെ പ്രശ്നത്തിന് തക്കവണ്ണം ഇല്ലാത്തൊരു പുള്ളിയാണെങ്കിൽ കൈ കൊടുക്കാൻ നമ്മുടെ കൃപ നമ്മളെ അനുവദിക്കത്തില്ല. നമ്മുടെ ക്വാളിറ്റിക്ക് നമ്മുടെ വീട് സാഹചര്യങ്ങൾ, നമ്മളിറങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെയൊക്കെ ആ ഒരു പൗട്ടൊക്കെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു സ്കൂട്ടറെ, ഒരു പഴയ ഒരു ലാംഡ സ്കൂട്ടറിൽ ഒരു സഹോദരനോ ഒരു പാസ്റ്റർ എന്നാൽ കൈ കൊടുക്കാൻ പറ്റത്തില്ല. തത്തുല്യമാകുന്ന കാറിൽ ഒരു പാസ്റ്റർ വന്നിറങ്ങിയാൽ ബ്ലെസ്ഡ് ഗ്ലോറി, നമ്മളിലൊക്കെ കൃപയാണ്. പക്ഷേ യേശുവിന് ആ ഒരു കൃപയില്ലായിരുന്നു. യേശു പത്രോസിനെ മറോട് ചേർത്ത് കൂടെ നിർത്തി, കൂടെ കൊണ്ട് നടന്നു. ഇച്ചിരി അവിവേകമൊക്കെ ഉണ്ടെന്നേ എടുത്തിയാടക്കാരനാണ്. നമ്മുടെ ബലഹീനതയൊക്കെ ദൈവം അറിയും. എങ്കിലും നമ്മുടെ ഒരു 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 പേഴ്സണാലിറ്റി നോക്കുന്നുണ്ട്, നമ്മുടെ സമർപ്പണം നോക്കുന്നുണ്ട്. യേശു പത്രോസിനെ കൂടെ ചേർത്തു. ഇപ്പം നോക്കുന്നത് ഈ 12 പേരെയും അവർക്കൊരു ക്ലാസ്, അവരുടെ അറിവ്, അവരെയൊക്കെ യേശുവിനെ കുറിച്ചുള്ള ചിന്ത ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 പേരുടെയും മധ്യത്തിൽ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബർയോനാ ശീമോനെ നോക്കണമേ, യേശു പറയുകയാണ്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ശീമോന്റെ മകനാകുന്ന പിന്നെങ്കിൽ പത്രോസ്, യോനയുടെ മകനാകുന്ന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതാണ് പത്രോസിന്റെ ഒരു ക്വാളിറ്റി. കൃപയുണ്ട്. ആ കൃപ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. ഞാൻ ഇന്നൊന്ന് നോക്കി, ഈ പത്രോസ് മുക്കോക്കുടിയിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധുവായവനാ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവസഭയുടെ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അല്ല, ഭൂമിയിലെ സഭയുടെയാണ്. ഇന്ന് ഞാനാണെങ്കിൽ ഗൂഗിളൊന്ന് നോക്കി, 200 പത്രോസിന് ശേഷം വന്ന പോപ്പുകളിൽ കത്തോലിക്ക സഭയുടെ ഇവിടെ പരമാധ്യക്ഷനായി കാണുന്ന പോപ്പുകൾ 266 പോപ്പാണ് ഇന്നിരിക്കുന്നത്. അവരുടെ തലതൊട്ടപ്പൻ, അവരുടെ ആസ്ഥാന കേന്ദ്രം, ആദ്യ പോപ്പ് പത്രോസായിരുന്നു. നോക്കണമേ, ദൈവം ഒരുവരെ അവൻ്റെ പാതയെ നിരപ്പാക്കുന്നത്, ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വായിക്കാൻ കുഞ്ഞാപ്പോട്ടെ. നീ പത്രോസ് ആകുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ പെട്രിയാസ് എന്നാണ് പത്രോസിന്റെ പേരിന് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം. പെട്രിയാസ് എന്ന് പറഞ്ഞാൽ പാറക്കഷ്ണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ആ ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം വലിയൊരു പാറക്കെട്ടുകൾ കൊണ്ട് നിറയപ്പെട്ട സ്ഥലമാണ്. വലിയൊരു പാറകളും ചെറിയ ചെറിയ കല്ലുകളും എല്ലാം കൊണ്ട് നിറയപ്പെട്ട പ്രദേശമാണ് ഈ ഫിലിപ്പിൻ്റെ കൈസരിയ. ഈ കൈസരിയിൽ വലിയ പാറകളും നിൽക്കുന്നത് പാറ, അടുത്തടുത്ത് വലിയ വലിയ പാറകൾ, അപ്പോൾ തന്നെ ചെറിയ ചെറിയ പാറകൾ. അപ്പോൾ ഈ പാറകളുടെ ഇടയിൽ അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ അന്നത്തെ കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ അന്നത്തെ അവരുടെ യോഗം അല്ലെങ്കിൽ അന്നത്തെ അവരുടെ കൂട്ടായ്മ ഈ പ്രദേശത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തു എവിടെ ആരോട് പറഞ്ഞാലും അവർക്കറിയാവുന്ന ഭാഷ അനുസരിച്ചാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത തിയോളജിയും സുവോളജിയും മൃഗോളജിയും ഒന്നും യേശുവിനില്ല.
മുക്കുവന്മാരുടെ കാര്യം പറഞ്ഞാൽ മുക്കുവന്മാരോട് മുക്കുവന്മാരുടേതാകുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ളതാകുന്ന ആ ടൂൾസുകളും സാഹചര്യങ്ങളും ഭൂമിയൊക്കെ ഒക്കെയാണ്. കർഷകരോട് ദൈവം യേശു ഒരു ഉദാഹരണം പറഞ്ഞാൽ കർഷകൻ്റെ ഭൂമി, ആ കാർഷിക വിളകൾ, ഈ വക കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു സൈന്യത്തിൽപ്പെട്ടവരോട് കാര്യം യേശു പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ആ ലാംഗ്വേജിൽ, അവർക്ക് മനസ്സിലാകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ യേശു ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പലരും നമ്മൾ യേശുവിൻ്റെ പേര് പറഞ്ഞത് ആർക്കും മനസ്സിലാകുന്നില്ല. ഇന്നലെ റിജി പാസ്റ്റർ എനിക്ക് ഇന്നലെ പറഞ്ഞ് പ്രസംഗിച്ചോട്ട് കൺവെൻഷൻ യോഗങ്ങളും ഏതാണ്ട് ഉണർവ് യോഗങ്ങളാണ്. കൺവെൻഷൻ യോഗങ്ങളും ഉണർവ് യോഗങ്ങളാണ്. അവിടെ കയ്യടിയും ബഹളവും ദൂതും പ്രവചനവും ഒക്കെ ആയിട്ട് സുവിശേഷം കേൾക്കാനായിട്ട് ഒരുപക്ഷേ വീടിൻ്റെ തിണ്ണയ്ക്ക് ചിലർ ഇരിപ്പുണ്ട്, വീടിൻ്റെ മുകളിൽ ചിലർ ഇരിപ്പുണ്ട്, മുറ്റത്ത് കസാരയിട്ട് ഇരിപ്പുണ്ട്, പരിസരങ്ങളിൽ അറിയുന്നുണ്ട്, റോഡിൻ്റെ തിണ്ണയ്ക്ക് ഇരിപ്പുന്നുണ്ട്. ഈ സാധുക്കൾക്ക് നമ്മുടെ ഈ കാണുമ്പോൾ വല്ലതും മനസ്സിലാവും? ശാന്തമായിട്ട് സുവിശേഷം പറയണം. നമുക്കെന്ന് പറയാൻ ഗ്രിപ്പ് ചെയ്ത് കാഴ്ച ചെയ്ത് പിടിക്കാനുള്ള അവസരമുണ്ട്, അറിവുണ്ട്. കേട്ട് 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 പ്രവാചകൻ ഇനി എന്ത് പറയുമെന്ന് നമുക്കറിയാം, ഇനി എന്തെല്ലാം പറയുമെന്ന് നമുക്കറിയാം. എത്ര ഹൈ സ്പീഡ് ഹൈ ജമ്പും ലോങ് ജമ്പും ചെയ്ത് ചാടി പറഞ്ഞു പോയാലും നമ്മളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. നമ്മുടെ മെമ്മറിക്ക് നമുക്ക് കഴിവുണ്ട് അതിനെ ചാടിപ്പിടിച്ച് മനസ്സിലാക്കുവാൻ. സുവിശേഷം അറിയാൻ വയ്യാത്ത കേട്ടില്ലാത്ത ഈ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇവർക്കൊക്കെ എന്തോ അറിയാം. അപ്പം അതുകൊണ്ട് സുവിശേഷ മഹായോഗങ്ങൾ അത് സുവിശേഷ മഹായോഗമായിരിക്കണം. അല്ലെങ്കിൽ സുവിശേഷ മഹായോഗം എന്ന് നോട്ടീസ് പേര് വെക്കരുത്, അവിശ്വസ്തതയാണ്. പലപ്പോഴും പലരും ഒരു വചനം വായിച്ചിട്ട് ദൂതുമാലോചനയായിട്ട് അങ്ങ് പോകും. വായിച്ച വാക്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. വായിക്കുന്ന വാക്യത്തോട് നീതി പുലർത്തണം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ എന്നെ പഠിച്ചു, നമ്മൾ വാക്യം വായിച്ചാലോ വായിക്കുന്ന വാക്യത്തോട് നീതി പുലർത്തണം. 2, നമ്മൾ എവിടെ നിൽക്കുന്നുവോ ആ അറ്റ്മോസ്ഫിയറിനോട്, ആ സാഹചര്യത്തോട്, ആ വന്നിരിക്കുന്നവരോട് നീതി പുലർത്തണം. 2, സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെങ്കിൽ നമ്മൾ ഏത് വചനമെടുത്താണ് ശുശ്രൂഷിക്കാൻ ദൈവാത്മാ തന്നിരിക്കുന്നത്, ദൈവത്തോടും ആ വചനത്തോടും നീതി പുലർത്തണം. എടുക്കുന്ന വചനം തന്നെ വേണം പ്രസംഗിച്ച് പോകുവാൻ തന്നെ അർത്ഥം. അപ്പോൾ യേശു പറയുകയാണ്, അല്ലേ പത്രോസേ, അല്ലോ പെട്രോസ്, നീ പത്രോസേ, നീ, ഞാൻ എൻ്റെ കുഞ്ഞിലെ പോലെ ഇത് വിശ്വം സത്യമായി കഴിഞ്ഞിടയ്ക്ക് പഠിക്കുന്നവരെ എനിക്ക് മനസ്സിലാക്കി, പത്രോസേ നീ പാറയാകുന്നു. ഈ പാറ, പത്രോസ് എന്ന് പറഞ്ഞ പാറയിൽ സഭ പണിയുന്നൊക്കെ ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലായത് പത്രോസിൻ്റെ മേളിൽ സഭ പണിയെന്നല്ല പറഞ്ഞത്. പത്രോസേ നീ ഒരു പാറക്കഷണമാണ്, സ്വർഗത്തിലെ ദൈവത്തിൽ നടത്തിയെടുത്തൊരു പാറക്കഷണമാണ് നീ കരുത്തുള്ള ഒരു വസ്തുവാണ്. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാറയാകുന്ന ആ പേത്രയിൽ ഈ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്കതിനെ ജയിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്തോത്രം. എല്ലാവർക്കും സ്തോത്രം ചെയ്യാമോ? ഒന്നുകൂടെ സ്തോത്രം ചെയ്യാമോ? എനിക്കൊരു സംശയമുണ്ട്. പെട്ടി കുഴിയിലോട്ട് ഇറക്കുന്ന ആ സമയത്താണ് ഞാൻ നിൽക്കുന്നതെന്ന്. ശക്തമായി നിൽക്കുന്നുണ്ട്. അന്നേരം കരയുന്നവരും കരച്ചിൽ നിർത്തിയിട്ട് കുഴിയിലോട്ട് നോക്കിയിരിക്കും. സെമിത്തേരിയിലെ പെട്ടി കുഴിയിലോട്ട് വെക്കുന്നൊരു സമയം അന്നേരം കരയുന്നവരും കരയത്തില്ല. ഇങ്ങനെ അവസാനം ഒന്ന് കാണാൻ വേണ്ടി. സന്തോഷമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. നോക്കണമേ, ഈ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ സഭയുടെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് വായിക്കാം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ യേശു ക്രിസ്തു സഭയുടെ താക്കോൽ, ഭൂമിയിലെ ദൈവസഭയുടെ താക്കോൽ പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. നോക്കണമേ, ചരിത്രങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്. അത് പിന്നീട് ചിന്താവിഷയമായെന്നും താക്കോലല്ല സഭയാണ് സ്വർഗമാണ് ഏൽപ്പിച്ചെന്നൊക്കെ അല്ല, സഭയുടെ താക്കോൽ ഏൽപ്പിച്ചു. എന്നാൽ പത്രോസിനും ജ്ഞാനവും കഴിവൊക്കെ ഉള്ളതില്ലേ? യേശുവിൻ്റെ മാറോട് ചേർന്നിട്ട് യോഹന്നാനില്ലേ? യോഹന്നാനെ ഏൽപ്പിച്ചാൽ പോരെയോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് അറിയാം ആരെ എന്തോ ഏൽപ്പിക്കണമെന്ന്. ഏത് ശുശ്രൂഷയായാലും ശരി, ഏത് ശുശ്രൂഷയായാലും ആരെ ഏൽപ്പിക്കണം, അതെങ്ങനെ ഏൽപ്പിക്കണം, അത് എവിടെ വെച്ച് ഏൽപ്പിക്കണം. നിങ്ങളെ യേശുവിൻ്റെ ശുശ്രൂഷകളൊക്കെ അങ്ങനെയാണ്, അല്ലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തിയിട്ട്, ആരെങ്കിലും വിട്ട് ദാവീദിനെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് ദാവീദിനെ വേണമെങ്കിൽ ശുശ്രൂഷ അതിന് അഭിഷേകം ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാ വളരെ വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. കാരണം ഇവൻ്റെ സഹോദരന്മാരൊക്കെ ഇവനെ അനുസരിക്കണം, അല്ലെ അംഗീകരിക്കണം, ഇവൻ്റെ പേരുള്ള അഭിഷേകത്തെക്കുറിച്ച് ബോധമുണ്ടാകണം.
ഇശായിയുടെ ഭവനത്തിൽ ചെന്നിട്ട് 7 മക്കളെയും വിളിപ്പിച്ചു. 7 പേരും ഇവിടെ നിന്നു. എല്ലാവരും കരുതി, പലരും കരുതി എന്നെ ആയിരിക്കും ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതെന്ന്. പക്ഷെങ്കിൽ 7 പേരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശമൂവേൽ പ്രവാചകൻ നിൽക്കുകയാണ്, ബാക്കിയുള്ള സകലരും നിൽക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് സമയമെടുത്തുകൊണ്ട് വനാന്തരങ്ങളപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നാകുന്ന ദാവീദ് വരുന്നത് എല്ലാവരും നോക്കിയിരുന്ന് എല്ലാവരുടെയും കണ്ണിലും ശ്രദ്ധയിലും പെടുത്തിയിട്ട് എന്നിട്ട് അവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഒരു കാര്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കറക്റ്റ് വേയിലൂടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടു വിളിച്ച് വേർതിരിച്ച് ഓരോരോ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നീ വിശ്വാസിയായിരിക്കാം, ഒരുപക്ഷെ നീ ഒരു പാസ്റ്റർ ആയിരിക്കുകയില്ല, ഒരുപക്ഷെ നീ ഒരു ദൈവദാസനായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ശക്തമായി ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവം ചിലതൊക്കെ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ എൻ്റെ ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ദർശനം ദൈവം തന്നിട്ടുണ്ട്, ഒരു വലിയ ദർശനം. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഓടുകയാണ്. ഈ നാളുകൾ ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സമയം സമാഗതമായി, നീ വളരെ വേഗം എനിക്ക് വേണ്ടി എൻ്റെ പ്രവൃത്തിയിലേക്ക് ഒരുങ്ങുക എന്ന്. എന്നാൽ ദൈവം ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരുന്നു. ദീർഘകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും കേരളത്തിൻ്റെ സകല ജില്ലകളിലും കടന്നുപോയി ചെയ്യുന്നൊരു ശുശ്രൂഷ. അത് സഭാഗോളിനകത്ത് പൊതു ശുശ്രൂഷകളായിട്ട് ദൈവം നിർത്തി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ തെരുവുകളിലപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയുമായി നിൽപ്പാതാക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നു. ഈ നാൾ ദൈവം എന്നെ പലതും എന്നോട് പറഞ്ഞുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെയൊക്കെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന്. അവസരോചിതമായിട്ട് ദൈവം അതൊക്കെ ചെയ്യാൻ. ആരും തത്രപ്പ് കാണിക്കണ്ട, ബഹളം വയ്ക്കണ്ട, ആഗ്രഹം കാണിക്കണ്ട, ആവേശം കാണിക്കണ്ട. ക്ഷമയും പക്വതയുള്ളവരായിട്ട് പോയാൽ മതി. ദൈവം തൻ്റെ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പത്രോസിനെ സകല ശിഷ്യന്മാരുടെയും മധ്യത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, സഭയുടെ താക്കോൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇവിടെ എൻ്റെ ചിന്ത ഇതാണ്. ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ചിന്തയുണ്ട് ഈ ദേശത്തിനോടുള്ളത്. അത് ഈ വാക്യത്തിൽ പറയുന്നു, ബെറിയോനാ ശീമോനെ, ഈ ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. അപ്പോൾ തന്നെ ഞാൻ മുൻപ് പറയുകയാണ്, നോക്കണത് എന്താ പറഞ്ഞത്, നീ പത്രോസ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പത്രോസ് പറയുകയാണ്. 2 വിഷയങ്ങൾ. ഒന്ന്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കൊന്ന് വായിച്ച അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 3 വാക്യങ്ങൾ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന്. ജീവനുള്ള ദൈവത്തിന്റെ സഭ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ, അങ്ങനെ വേദപുസ്തകത്തിൽ നിരവധി ഇടങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ പൗലോസ് തന്റെ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ സ്ത്രീയുള്ളതാകുന്ന ജനത്തോട് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. വായിക്കാം. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ. യഹോവയായ ദൈവത്തിന്റെ ശക്തിയിലും കൃപയിലും നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവം അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിപ്പാനും കല്ലെറിവാനും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ശുശ്രൂഷകൾ എവിടെ ചെയ്താലും അവിടെ അപവാദങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. ഒരുപക്ഷെ കല്ലേറ് നടന്നു എന്നിരിക്കാം, ഒരുപക്ഷെ നമ്മളെ ഉന്മൂലനാശം ചെയ്യുവാൻ ദുഷ്ടനായ പിശാച് പലരെയും ഉപയോഗിച്ചു എന്നിരിക്കാം. പക്ഷേ ഒരു കൃപയുള്ള ദൈവത്തിൻ്റെ ദാസൻ പൗലോസിനെ കുറിച്ച് പഠിച്ചാൽ എന്താണ്? പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തൻ്റെ 32-ാമത്തെ വയസ്സിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിലൂടെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് പൗലോസിനെ പിടിക്കുകയാണ്. ദൈവസഭയെ ഉന്മൂലനാശം ചെയ്യുവാൻ ഒരുങ്ങിയവൻ, സഭയെ തകർത്ത് കളയുവാൻ ഒരുങ്ങിയവൻ,
നോക്കണമേ, എവിടെ പുതിയ മാർഗക്കാരുണ്ടോ അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയതാകുന്ന ഒരു കൂട്ടത്തെ വല്ല വിധേനയും ഉന്മൂലനാശം ചെയ്യുവാൻ തക്ക വേണം യഹൂദ പ്രമാണികളുടെ അധികാരം വാങ്ങി അവൻ വളരെ ശുഷ്കാന്തിയോടെ നിൽക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശിശാൽ പറയുന്നുണ്ട്, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ പൗലോസ് സ്തേഫാനോസിന്റെ വസ്ത്രം കാത്തു. ഉന്നതനാണ്, സമ്പന്നനാണ്, വിദ്യാഭുഗത്വമുള്ളവനാണ്. നോക്കണം, ആ കാലങ്ങളിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകൻ, കിലിക്കയിലെ ഒരു മഹാസമ്പന്നന്റെ മകൻ. പൗലോസിന്റെ പിതാവിനെ കുറിച്ച് പഠിച്ചാൽ ഇന്നും പൗലോസിന്റെ പിതാവിൻ്റെ അത്രയും സമ്പത്തുള്ളവർ വളരെ ചുരുക്കമാണെന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് സ്വന്തമായി കപ്പൽ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു കപ്പൽ വ്യാപാരി, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലിൽ മൊത്തമായി വിൽക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. റോമ ഗവൺമെന്റിന് വേണ്ടി എവിടെയെങ്കിലും തന്റെ സൈന്യത്തെ പാർപ്പിക്കുവാൻ ഒരു ഷട്ടർ വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ഒരു കൂടാരം അടിക്കണമെന്നുണ്ടെങ്കിൽ റോമിൽ എവിടെയും സർക്കാരിന് വേണ്ടി, റോമ ഗവൺമെന്റിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നവനാണ് പൗലോസിന്റെ പിതാവ്. അപ്പോൾ രാജ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ വളരെ ഉന്നതൻ. അപ്പോൾ ആ അപ്പൻ്റെ മകനായ പൗലോസിന് തങ്ങളുടെ പിതാവിൻ്റെ ധനമഹാത്മ്യത്തിന് തക്കവണ്ണം വിദ്യാഭ്യാസം ലഭിച്ചു, സ്ഥാനമാനങ്ങൾ ലഭിച്ചു. എൻ്റെ അറിവനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് സന്നിത്രി സംഘത്തിലെ യഹൂദ മതത്തിൻ്റെ 70 പേരടങ്ങുന്നാകുന്ന സന്നിത്രി സംഘത്തിൻ്റെ ഒരു അംഗമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹൂദ മതത്തിന് വിഘ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പൗലോസ് യഹൂദ മതത്തിൽ നിന്ന് വലിയൊരു കൂട്ടം ഈ പുതിയ മാർഗത്തിലേക്ക്, ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക്, ഈ പുതിയ പാതയിലേക്ക്, രക്ഷയുടെ വഴിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ യഹൂദ സമൂഹത്തിൻ്റെ ഇടയിൽ, അവരുടെ മധ്യത്തിൽ ഒരു അതിശീഘ്രഗാമിയായിട്ട് പൗലോസ് ഉരുത്തിരിയുകയാണ്. യെരുശലേമിലെല്ലാം ഓടി നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ ഈ മാർഗക്കാരുണ്ടെങ്കിൽ അവരെ ഉന്മൂലനാശം ചെയ്യുവാൻ. പിന്നീട് ദമസ്കോസിൽ വളരെ ദൂരം യാത്ര ചെയ്ത് ദമസ്കോസ് പട്ടണത്തിൽ ഒരു പുതിയ മാർഗക്കാരനുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മാർഗക്കാരനുണ്ടെങ്കിൽ അവരെ ഉന്മൂലനാശം ചെയ്യുവാൻ തക്ക വേണം വളരെ ശീഘ്രഗാമിയായിട്ട്, വളരെ ശുഷ്കാന്തിയായിട്ട് നിൽക്കുന്ന ഒരു പൗലോസ്. പക്ഷെങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഈ കോടീശ്വരപുത്രനെ 50 പട്ടാളക്കാരുമായിട്ട് സന്നിധി സംഘത്തിൻ്റെ സമ്മതപത്രവും വാങ്ങി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കെട്ടിവലിച്ച് കുതിരപ്പുറത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് വിസ്തരിച്ച് കൊന്നുകളയുവാൻ തക്ക വേണം അധികാരപത്രം വാങ്ങി നിൽക്കുന്നവനാകുന്ന ഈ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ലോകരക്ഷകനാകുന്ന കർത്താവാകുന്ന യേശു അവനെ താടിയിടുകയാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യാമോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് പിടിക്കപ്പെട്ട പത്രോസ് സമ്പൂർണമായിട്ട് ദൈവത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മാനസാന്തരം എന്നുള്ളത് പൗലോസിനെ പഠിച്ചു വേണം പഠിക്കുവാൻ. പിന്നീട് പൗലോസിന് ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, മാതാവാരാണ്, പിതാവാരാണ് ആർക്കും അറിയില്ല. പൗലോസിന് അതൊരു വിഷയമല്ല. സകലതും പൗലോസ് വിട്ടുപിരിഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. സകലതും പൗലോസ് വിട്ടുപിരിഞ്ഞു. അവൻ കോടീശ്വര പുത്രനായിരുന്നു എന്നൊന്നും പിന്നീട് കാണുന്നില്ല. നമ്മൾ എന്തൊക്കെ വിട്ടുപിരിഞ്ഞാലും ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ പറയും, എൻ്റെ അപ്പനങ്ങ് ഭയങ്കര ഉള്ളിയായിരുന്നു. അയ്യോ, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ യെരുശലേമിൽ? യെരുശലേമിൽ ഞങ്ങളെ പോയിട്ടുണ്ട്. അവിടെ അറിയാമോ, കിലിക്കയിൽ തർശീസിലെ ഇന്നവരെ അറിയാമോ? ഭയങ്കര കാശുള്ള പുള്ളിയാണ്. അയ്യോ, പട്ടാളത്തിനെയൊക്കെ നമ്മൾ ആർക്കെങ്കിലും ഒരു ചായ വാങ്ങിച്ചു കൊടുത്താൽ 7000 ചായ നാട്ടുകാർക്ക് മൊത്തം വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾ പരസ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ചില മഹാന്മാരുണ്ട്, വെറും 5000 രൂപയുടെ സമ്മാനം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ 50,000 രൂപയ്ക്കുള്ള ചിലവെല്ലാം മുടക്കി അത് വലിയ ബാഹുല്യമൊക്കെ വരുത്തി വലിയ സംഭവമാകുന്ന രീതിയിലാണ് 5000 രൂപ സാധുക്കൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നത്. 50,000 രൂപ പിന്നാലെ ചർച്ച ചെയ്യും, ചിലവാക്കും. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസ് ഒന്നും പറയുന്നില്ല. മാനസാന്തരം എന്നുള്ളത് പൗലോസിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. മാനസാന്തരം, കറക്റ്റ് മാനസാന്തരം പൗലോസിൽ നിന്ന് പഠിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം.
ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പിടിക്കപ്പെട്ട പൗലോസ് പിന്നീട് 32 വർഷക്കാലം ജീവിച്ചിരുന്നത് തൻ്റെ ഈ ജഡശരീരമുണ്ടല്ലോ സമ്പൂർണ്ണമായിട്ട് യേശുവിന് വേണ്ടി കൊടുത്തിട്ടാണ് ജീവിച്ചത്. നിരവധി പ്രാവശ്യം കല്ലേറ്, നിരവധി പ്രാവശ്യം കോലിനാലടി, കടലിൽ വെച്ചുള്ളതാകുന്ന ഛേദങ്ങൾ, മരണം സംഭവിക്കുന്ന 100 പല പല അനുഭവങ്ങൾ, ഇതിനെല്ലാം അനുഭവിച്ചിട്ട് ഇന്നലെ എൻ്റെ സ്നേഹിതൻ പ്രിയ റജിപ്പാസ് പറഞ്ഞതുപോലെ തീമോത്തിയോസിന് വേണ്ടി പൗലോസ് കത്തെഴുതുന്നത് വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതല്, കണ്ണു നിറയാതെ വായിക്കാൻ പറ്റുകയില്ല, കണ്ണു നിറയാതെ ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. ഈ കോടീശ്വരപുത്രൻ റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകനാകുന്ന തീമോത്തിയോസേ, നീ വേഗം എൻ്റെ അടുക്കൽ വരണം. ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ പറയുമ്പോൾ ചങ്ക് പിടച്ചു പോകും. യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ സ്തോത്രം ചെയ്യാം. ഒരു പ്രവടിയും ഒരു പ്രാഗൽഭ്യവും ഒരു വലിയ ജാളയും പൗലോസ് കാണിക്കുന്നില്ല. റോമൻ കാരാഗൃഹത്തിൽ പൗലോസ് കിടന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകനാകുന്ന തീമോത്തിയോസേ, നീ വളരെ വേഗം എൻ്റെ അടുക്കൽ വരണം. എന്നെ കൊലോസ്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കർപ്പോസിന്റെ ഭവനത്തിൽ ഞാൻ അവിടെ എഴുതിക്കൊണ്ടിരുന്ന സർവ്വലിഖിതങ്ങളും എൻ്റെ പുതപ്പും അവിടെയുണ്ട്. ഒരു പട്ടാളക്കാരൻ വന്നൊരു പോലീസ് വന്നൊരു ക്രിമിനലിനെ വേഗത അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉടുവസ്ത്രം മാത്രമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലെ അരക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാളക്കിടാവിനെ പോലെ അതെ ഈ പൗലോസിനെ കർപ്പോസിന്റെ ഭവനത്തിൽ നിന്നും കൊലോസ്യയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പൗലോസിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. മാസങ്ങൾ റോമിൽ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥനായിരുന്നു. പൗലോസിന് മനസ്സിലായി, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, പ്രകൃതിക്കൊരു മാറ്റമുണ്ടാകും. ഇനിയും വരാൻ പോകുന്നൊരു ശൈത്യകാലം, ഇനിയും വരാൻ പോകുന്ന ശൈത്യകാലത്തിൽ എനിക്ക് ഈ ശരീരം, തകർന്ന ശരീരം, തളർന്ന ശരീരം, വളരെ നിരവധി ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റ് അവശനായി. പൗലോസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ളവനായിരുന്നു. 4 അടി ചുരുക്കം ഉയരമേയുള്ളായിരുന്നെങ്കിൽ തന്നെയും നേർത്ത പിരിയങ്ങൾ, ശോഭ തിളങ്ങുന്ന കണ്ണുകൾ, തിളങ്ങി ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകൾ, ഉയർന്ന നെറ്റിപ്പുരിയം, നല്ല കവിൾത്തളങ്ങൾ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ മനോഹരമായിരുന്നു പൗലോസിൻ്റെ. പക്ഷേ ഉയരത്തിൽ ഇച്ചിരി കുറവുള്ളവനായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ അന്ത്യനാളുകളിലോ ഒരു വികൃത രൂപിയായിരുന്നു. തൻ്റെ ശരീരം മൊത്തം ഉഴവുചാലുകൾ പോലെ കീറി, ശരീരം മൊത്തം കീറി മുറിഞ്ഞ് ഉപദ്രവങ്ങളേറ്റ് കണ്ണ് തകർന്നവനായി, ശരീരമെല്ലാം കറുത്ത പാടോടുകൂടി ആകെപ്പാടെ ഒരു വികൃത രൂപമായിട്ടാണ് പൗലോസ് തൻ്റെ അന്ത്യനാളുകൾ കാണുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മാത്യു പാസ്റ്റേ, ഞാനിവിടെ വന്നപ്പോൾ സുവിശേഷ വിരോധികളുടെ പ്രശ്നങ്ങൾ പലതായിരുന്നു, ഭയങ്കരമായിരുന്നു. എൻ്റെ ദേശത്താണ് ഞാൻ തൊണ്ട് പറയുന്നത്, പലരും കേൾക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പാസ്റ്റേ, സുവിശേഷ വിരോധികളുടെ ഉപദ്രവമാണ് എന്നെ ഈ നാട്ടിൽ നിർത്തി എന്നെ ഇത്രയും അനുഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ഓർത്തു, ദൈവമേ, സുവിശേഷ നിമിത്തം ഒരു തെള്ളെങ്കിലും കൊള്ളാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിലെന്ന്. സുവിശേഷ നിമിത്തം ഒരു തെള്ളെങ്കിലും കൊള്ളാൻ. പക്ഷെ കിട്ടിയത് അത്ര മോശമായില്ല. ഇപ്പോഴും എനിക്ക് അതിൻ്റെ പ്രശ്നം മാറിയിട്ടില്ല. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ അനുഗ്രഹമായത് മക്കളൊക്കെ ലോകരാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ്സുകൾ ചെയ്ത്, ഇപ്പോൾ ഒരു മോൾക്ക് കഴിഞ്ഞ ദിവസമാണ് വർക്ക് വിസയ്ക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞത്, ഫ്രാൻസിലേക്ക് പോകാനൊക്കെ ഉണ്ട്. ഏത് സ്തോത്രം. ദൈവം ഈ നിലയിൽ വരെ കൊണ്ടുവന്നതിൻ്റെ അർത്ഥം, അതിന് കാരണം തമ്പുരാന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സുഖജീവിതമല്ല ആത്മീയ ജീവിതം. പ്രശ്നമുണ്ടാകരുത്, പ്രയാസമുണ്ടാകരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത്, ദാരിദ്ര്യമുണ്ടാകരുത്, കഷ്ടതയുണ്ടാകരുത്, ഞെരുക്കമുണ്ടാകരുത്, പീഡനമുണ്ടാകരുത്, ആക്ഷേപമുണ്ടാകരുത്, പ്രയാസമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിന്റെ ജഡം മരിച്ചിട്ടില്ല. പ്രസംഗവേദികളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ മരിക്കാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്നാനക്കളവിലേക്ക് ഇറങ്ങുന്ന പോലെ എത്ര എണ്ണത്തിന് എന്നെ കേൾക്കുന്നവർക്ക് തൻ്റെ ഇടമുണ്ട്. പാട്ട് പാടുമ്പോൾ പറയും, സ്വർഗത്തിൽ പോകാനെ കൊണ്ട് ഒരുക്കമുള്ളവരൊക്കെ കൈവയ്ക്കുക എന്ന് പറഞ്ഞ് കൈവയ്ക്കാനെ കൊണ്ട് ഒത്തിരി എണ്ണം താല്പര്യമാണ്. യഥാർത്ഥമായിട്ട് സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മരണമായി ഭൂമിയിൽ യേശുക്രിസ്തു വരുന്നതിന് മുൻപാണെങ്കിൽ, അല്ലയോ സാർ, അല്ലയോ അച്ഛാ, അല്ലയോ, യേശുക്രിസ്തു വരുന്നതിന് മുൻപാണെങ്കിൽ ഫസ്റ്റ് എൻട്രി ഭൂമിയിലെ മരണമാണ്. അതിപ്പോൾ സംഭവിച്ചാൽ ഗുഡ്, ഇപ്പോൾ സംഭവിച്ചാൽ നല്ലതെന്ന് പറയാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ സഭാഭാഷയോടും കിട്ടുന്ന വേദിയിലെല്ലാം പറയുക. കാരണം എന്താണെന്നറിയാം, അങ്ങനെ ഉണ്ടാകരുത്. എൻ്റെ പ്രാണൻ പോകുമെന്ന് ബോധ്യമുണ്ടായാൽ, ഒരു ആക്സിഡൻറ്റോ ഒരു ഇൻസിഡൻറ്റോ ഉണ്ടായാൽ എന്നെ
ഇവനെ എൻ്റെ മുകളിലൂടെ എൻ്റെ മൂക്കിനകത്തൂടെ പിന്നെ അധികം ട്യൂബ് കയറ്റി വെച്ച് എന്നെ പ്രാണൻ തരരുത്. തമ്പുരാൻ എൻ്റെ പ്രാണനെ എടുക്കാൻ തക്കവണ്ണം ഏതൊരു വാഹനം വരുന്നുവോ ആ സെക്കൻഡിൽ വിട്ടുകൊടുത്തേക്കണം. ജീവനോട് ഇരുത്തരുത്, ജീവനോട് ഇരുത്തരുത്. ഈ ഭൂമിയിൽ ബുദ്ധി കൊണ്ടും വൈദ്യശാസ്ത്രത്തിൻ്റെ അത് പ്രാഗൽഭ്യം കൊണ്ടും നമ്മുടെ പ്രാണനെ പിടിച്ചു നിർത്തരുത്. നമ്മുടെ പ്രാണൻ എപ്പോൾ ദൈവം എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുക്കപ്പെട്ട ജീവിതം ഉണ്ടാകണം. എത്ര പേർക്ക് സാധിക്കും പ്രിയരെ? ഒന്ന് ചിന്തിക്കാം. അവിശ്വാസികൾക്കുള്ളത് പുറത്ത്, വിശ്വാസികൾക്കുള്ള അബദ്ധം ഞാൻ ചോദിക്കുകയാണ്. അപ്പം മരണമുണ്ടാകുമെന്നറിഞ്ഞാൽ പെട്ടെന്ന് ഐസിയുവിൽ കയറ്റ് ഓക്സിജൻ കൊടുക്കുക എന്ന് പറയുന്ന പുള്ളി ആദ്യം പോയി മുട്ടിമരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാനസാന്തരം ഉണ്ടാകണം. വിധിച്ച സ്ഫടിക തുല്യം തങ്ക നിർമ്മിതാമാം പട്ടണമാതിൻ്റെ ഭംഗി വർണ്യമല്ലാകോ, ഭംഗി വർണ്യമല്ലാകോ. വിധിച്ച സ്ഫടിക തുല്യം തങ്ക നിർമ്മിതാമാം പട്ടണമാതിൻ്റെ ഭംഗി വർണ്യമല്ല. ഇവിടെ ഈ പട്ടണത്തിൽ പോകാൻ ആരോ ചോദിക്കാത്തത്? എൻ്റെ പൊന്നെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്പൂർണ്ണ മാനസാന്തരമുണ്ടായി, സമ്പൂർണ്ണ മാനസാന്തരമുണ്ടായി. മാലയും ഊരി, കമ്മലും ഊരി, ലിപ്റ്റിക്കും കളഞ്ഞു, പറിക്കലും കളഞ്ഞു, എല്ലാ വരിക്കലും കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് കൈ വടിച്ച് ആരാധനയ്ക്ക് പോകുന്ന പുള്ളിയാണ്. മാനസാന്തരമാണ്. എന്താ ഒന്ന് പൊട്ടക്കൊല്ലത്തിയെ പോലിരിക്കുന്നത്? എന്ത് പറ്റി മാല? ഞങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലാണ്. കാര്യമൊക്കെ കാര്യമാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത് ലോക്കറി അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ചില പുള്ളികൾ വെച്ചിട്ടായിരിക്കും പരിപാടി. വന്നക്കോസിനകത്തുകൊണ്ട് ഒത്തിരി തരികടകളിങ്ങനെ. അല്ലേ ആ സ്തോത്രം. സാറേ സമയമാകുമ്പം കയ്യിൽ നിന്ന് കാണിക്കണേ, മുണ്ടേ പിടിക്കല്ലേ. നോക്കണമേ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്വർഗീയ ദർശനം പ്രാപിച്ചിട്ടില്ല പൗലോസ് ഒരുവൻ ഒരു നാൾ പറയുകയാണ്, എനിക്കൊരുവനെ അറിയാം. ഇന്നേക്ക് ചില കാലങ്ങൾക്ക് മുൻപ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ജഡത്തോടെയോ അല്ലാതെയോ എന്നെനിക്ക് അറിയുകയില്ല. അന്ന് അവിടെ പോയി പൗലോസ് സ്വർഗീയ ദർശനം കണ്ട അന്ന് മുതൽ പൗലോസിന് വല്ല വിധാനയും ഈ ഭൂമിയിൽ നിന്ന് ജീവൻ പോയി സ്വർഗത്തിലെത്തിയാൽ മതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ചിലയിടത്തൊക്കെ ഞാൻ പറയാറുള്ള വിഷയമാണ്. ഒരു ചെറുപ്പക്കാർ വിവാഹം കഴിച്ചു, ഒരു വധൂവരന്മാർ വിവാഹം കഴിച്ചു. ഒരു മാസം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു മാസം ഭർത്താവ് വേർച്ചില്ല, ഭാര്യ ഇവിടെ നേഴ്സാണ്. ഇപ്പം നമുക്കെല്ലാം നേഴ്സാണല്ലോ, നമ്മുടെ അങ്ങേയറ്റത്തെ നേഴ്സാണ്. വിവാഹം കഴിക്കാൻ എന്താ വേണമെന്ന് ചിലർ ചോദിക്കും, പറയും നേഴ്സ് മതി. ചിലവന്മാർ കള്ളന്മാരാ. ഇവളുമാരെ വിട്ടിട്ട് കഷ്ടപ്പെടുത്തി രാത്രി പകലില്ല ജോലി ചെയ്തിട്ട് ഇവനെ വരയ്ക്കാത്തിരുന്ന് തുണി ഇറക്കി വിട്ടുന്നത് തിന്നാനെ കൊണ്ടാ. ഇന്നത്തെ എല്ലാ ഒരുമാതിരിപ്പെട്ടതല്ല. അമ്മായിപ്പനും അമ്മായിമ്മമാരും ഉണ്ട്. ചെറുക്കം വളർന്നു കഴിഞ്ഞാൽ നേഴ്സ് വേണം, 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഇവനെ പിന്നെ ഭാര്യയുടെയും മക്കളെ തുണി ഇറക്കിക്കൊണ്ടിരിക്കാം. ഏത് ശാസ്ത്രം പിന്നെ അനങ്ങണ്ടല്ലോ. ഇത്രയും കള്ളന്മാരിങ്ങനെ ഉണ്ട്. വീട് പുലർത്താൻ കഴിയാത്തവൻ കല്യാണം കഴിക്കല്ലേ. ഭാര്യയുടെ ശമ്പളം കിട്ടുവാണെങ്കിൽ അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. വേറെ സാധനം വന്നു തുടങ്ങി. ചൈനയിലൊരു പുതിയ സാധനം വന്നെന്ന്. കോവിഡിൻ്റെ മൂത്തളിയൻ, കോവിഡ് കൊച്ചനിയനായിരുന്നു. വീട്ടിൽ ആദ്യം വന്നവനാ മൂത്തളിയൻ അല്ലേ. മൂത്തളിയന്മാർക്ക് വീട്ടിൽ സ്ഥാനമാനം ഉണ്ടല്ലോ. മൂത്തളിയന്മാർക്ക് മൂത്തളിയൻ HMO എന്തോ HMBയോ ഏതാണ്ട് സാധനം. ഒരുങ്ങിയിരുന്നോ, പെട്ടിക്കാതെ പോകുന്നതിനിപ്പോൾ ഉള്ളതെല്ലാം കളഞ്ഞിട്ട് ഇപ്പം മരിക്കാൻ തൻ്റെ ശ്വാസം വലിച്ച് വെറുതെ കിടന്ന് ഫീസ് ചെയ്ത് വെറുതെ കിടന്ന് കഷ്ടപ്പെടാതെ എൻ്റെ ദൈവമേ കോവിഡിന് മുൻപ് എന്നെ മരിക്കണമേ, എൻ്റെ പ്രാണൻ എടുക്കണമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? എൻ്റെ വിഷയത്തിലേക്ക് അത് വരാം. ഇവിടെ നോക്കണമേ, കല്യാണം കഴിഞ്ഞ് 1 മാസമൊക്കെ ജീവിച്ചു. ഭർത്താവ് അങ്ങ് പോയി. ഒരു വർഷത്തിൽ കഴിഞ്ഞ പിന്നെ ഇനി തിരിച്ചു വരാൻ പറ്റും. അപ്പം 1 വർഷമായി പോയിട്ട് ചേട്ടൻ എന്നെ അച്ഛൻ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ചാച്ചൻ എന്നെ കൊണ്ടുവരും, അല്ലെങ്കിൽ അപ്പം എന്നെ കൊണ്ടുവരുന്നൊക്കെ കരുതി ഈ പെണ്ണ് നോക്കിയിരിക്കാം ഈ ഭാര്യ. അവൻ അവിടെ ചെന്നു, ബോസിനെയൊക്കെ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്തു, സോപ്പിട്ടു. ബോസ് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അവനോട് പറയുന്നത്, അവൻ ഇവളോട് പറഞ്ഞിരുന്നത് ജനുവരിയിലേക്ക് വരാമെന്ന്. ഇത് മാർച്ച് മാസമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയിലേക്ക് അച്ചാച്ചൻ വരും വിസയുമായിട്ട്. അച്ചാച്ചൻ വന്നിട്ട് അച്ചാച്ചൻ്റെ കൂടെ എനിക്കും ദുബായിൽ പോയി കുവൈറ്റിൽ പോയി ജീവിക്കാമെന്നൊക്കെ വലിയ സ്വപ്നം കണ്ട് ഇവിടെ തൻ്റെ ഭാര്യ നോക്കിയിരിക്കുക. അച്ചാച്ചൻ അവിടെ ചെന്നു. എത്രയും പെട്ടെന്ന് പിന്നെ ഇവളെ കൊണ്ടുപോകണം. അച്ചാച്ചൻ വളരെ ബുദ്ധിപരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ തരികടയൊക്കെ കളഞ്ഞു. ബോസ് ഇച്ചിരി പ്രീതിപ്പെടുത്തി. വിശ്വാസികളാണെന്നും ചിലപ്പോൾ കാര്യം സാധിക്കാൻ തരികടകളൊക്കെ ഇച്ചിരി മാറ്റും. കാര്യം സാധിക്കാൻ തരികളൊക്കെ മാറ്റി നല്ല കുഞ്ഞായിട്ട് ചമയും. എന്നിട്ട്
മുതലാളി പറഞ്ഞൊരു കാര്യം ചെയ്യേ, ബോസ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, എന്നാൽ നീ അവളെ കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇവനൊരു ത്രില്ലർ മൈൻഡാണ്, ഇവൻ മിണ്ടിയില്ല. മാർച്ച് മാസം 31 എത്ര ഉള്ളത്, അല്ലെങ്കിൽ 28 മാർച്ച് മാസം 28 തീയതി വിസയൊക്കെ ശരിയാക്കി ഇവനിവിടെ വന്നു, വീട്ടിൽ വന്നു. ഇവരോട് പറഞ്ഞില്ല. വീട്ടിൽ വന്നിട്ട് കാറ് നിർത്തി ഡോറ് അടയ്ക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഇവൻ്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ അച്ചാച്ചനാ, അയ്യോ അച്ചാച്ച എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൻ്റെ ലാളനെ ഏൽക്കുകയാണ്. അച്ചാച്ച എന്നോട് പറയാതെ കള്ളൻ എന്ന് അറിയിക്കാതെ വന്നല്ലോ എന്നൊക്കെ അന്നേരം പറയും അറിയാതെ. മോളെ, ഞാൻ നിന്നെക്കുറിച്ച് വളരെ ചിന്തിക്കുകയായിരുന്നു. പോയ അന്ന് മുതൽ ഞാൻ നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസമല്ലേ നമ്മൾ ജീവിച്ചുള്ളൂ. നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പെർമിഷൻ തന്നു. വിസയൊക്കെ ഞാൻ റെഡിയാക്കി ഞാൻ വന്നിരിക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, നമുക്ക് 7 ദിവസമേ അവധിയുള്ളൂ. ഞാൻ വേഗം എനിക്ക് പോകണം, എൻ്റെ ജോലിയിൽ കയറണം. അന്നേരം ഈ പെൺകുട്ടി പറയുമ്പോൾ വേണ്ട അച്ചാച്ച, വേണ്ട വേണ്ട, അച്ചാച്ചൻ പറഞ്ഞില്ലേ ജനുവരിയിലേ വരത്തുള്ളെന്ന്, അച്ചാച്ചൻ പറഞ്ഞില്ലേ ഫെബ്രുവരിയിലേ വരത്തുള്ളെന്ന്, ഞാൻ അന്നേരമേ വരുന്നുള്ളെന്ന് ഏതെങ്കിലും ഭാര്യമാർ പറയുമോ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ദുബൈ കാണാൻ ആഗ്രഹിക്കുന്ന ഭാര്യ, കുവൈറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഭാര്യയാണെങ്കിൽ വളരെ വേഗം അച്ഛാ 7 ദിവസം ഒന്നും നിൽക്കണ്ട, ഇവിടെ കിടന്ന് ഞാൻ കുഴപ്പി നമുക്ക് പോകാമെന്ന് പറയും. ഏതാ 7 ദിവസമൊന്നും ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് പറയും. എന്താ, ദുബായിൽ ഭർത്താവിനടുത്ത് അവിടെ ചെന്ന് സുഖമായി ജീവിക്കണം. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവാകുന്ന കാന്തനോട് ചേരുവാൻ തക്കവണ്ണം സമ്മതപത്രമേറ്റിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ നിന്റെ ശരീരം വിട്ടുപോയാൽ നീ സന്തോഷവാനാണോ? നീ നിന്നെ മരിപ്പിച്ചിട്ടില്ല, നിന്റെ ജഡം മരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇന്ന് രാത്രിയിൽ ഞാൻ എവിടെയും പറയുകയാണ്, എന്തൊക്കെ സമൂഹത്തോട് ഞാൻ തീർത്ത് പറയുകയാണ്. അപകടമോ രോഗമോ എന്ത് വന്നാലും ശരി പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കണം. എന്തിനാ? സ്വർഗത്തിലെത്തണം. പിന്നെ അങ്ങനെ എല്ലാവരെയും ഒന്നും കൊല്ലത്തില്ല. വേറൊരു വിഷയം, തമ്പുരാനൊരു പദ്ധതിയുണ്ട് ഈ ഭൂമിയിൽ. എനിക്ക് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് മീഡിയ ഉണ്ടല്ലോ, 120 വയസ്സെന്നുള്ള എൻ്റെ ചിന്താഗതി. ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല 120 വയസ്സ്. കാരണം അതിൻ്റെ പകുതി ഇപ്പോൾ എനിക്ക് ആയി. ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ എൻ്റെ രീതി. എൻ്റെ മകനും എന്നെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ അവനാ മൂത്തതെന്ന് തോന്നും, ഞാനത് ഇളയതെന്ന് തോന്നും. കേട്ടോ, നോക്കണേ, നടക്കും. തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ. തമ്പുരാന് പ്രയോജനമില്ല എന്ന് കണ്ടാൽ വേലി അങ്ങ് പൊളിക്കും. ദൈവത്തിന് സ്തോത്രം. വേലി അങ്ങ് പൊളിക്കും. പ്രിയമുള്ളവരെ, നല്ലൊരു ആത്മീയ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. നല്ലൊരു ആത്മീയ ജീവിതം നമുക്ക് ആവശ്യമാണ്. ഏത് നിമിഷം നമ്മൾ പ്രാണൻ വിട്ടാൽ നിത്യമായ സ്വർഗത്തെത്താന്നൊക്കെ നമുക്ക് ഒരുക്കപ്പെടണം. എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, പപ്പ ഇന്ന് 9:30 വരെ പോകുന്നു. ഞാൻ പറഞ്ഞില്ല മക്കളെ, ഉപവാസ പ്രാർത്ഥനയല്ലല്ലോ. കഴിഞ്ഞ ദിവസം മിക്കവാറും അങ്ങനെ ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ, അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നത് 1 മണിക്കൂറൊക്കെ സാധനം ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം 11:30 സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷയ്ക്ക് പൊതു സെഷന് അവസരം തരുന്നത് 11:30 ആവും. അപ്പം ഞാൻ ചോദിക്കും, പാസ്റ്റർ എപ്പോൾ വരെ കൊണ്ടുപോകാം? അത് പാസ്റ്റർ ഇഷ്ടം പോലെ. എൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ 3:30 വരെയാണ്. ആരൊക്കെ ഇരിക്കാൻ തൻ്റെ ഇടമുണ്ട്. 11:30, 12:30, 1:30, 2:30 ഒരു 3-3.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ ഈ സാധനം ഇതിനകത്ത് കിടപ്പുണ്ടെന്ന്. 3/4 മണിക്കൂർ കൊണ്ട് തീരുന്ന സാധനമല്ലെന്ന്. അല്ലെങ്കിൽ ഈ കടൽ പോലെ കിടക്കുമല്ലോ ഇതിനകത്ത്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ വളരെ ചിന്തിക്കണം. ദൈവത്തിന് നമ്മൾ പ്രയോജനമുള്ളവരായി കണ്ടാൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും ആയുസ്സും ആരോഗ്യം തരും. ദൈവത്തിന് പ്രയോജനമില്ല എന്ന് കണ്ടാൽ നിത്യമായ സ്വർഗത്തിലെത്താൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിരുന്നാലും സാധിക്കാതെ വരും. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് മരിക്കുന്നത് ലാഭം. പിന്നെ തമ്പുരാനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ നിൽക്കാം. ഇത്ര വലിയൊരു സമർപ്പണമാണ്. ഇവിടെ ഈ പൗലോസിനെ ദമസ്കസിന്റെ പടിവാതിക്കൽ പിടിച്ച് അവൻ തൻ്റെ 32 വർഷക്കാലം പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ വായിച്ച സംഭവമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3 വാക്യം വായിച്ചു. തുടർന്ന് വായിച്ചേ, വേഗം വായിച്ചോട്ടെ. അവരെ അവമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ലുക്കവാനിയ പട്ടണങ്ങളിലേക്ക് ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി. ആക്രമണം പൗലോസിന്റെയും കൂടെയുള്ള ശിഷ്യന്മാർക്കും നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവർ അവിടെ നിന്നും ലുസ്ത്ര മുതലായ ദേശങ്ങളിലേക്ക് പോവുകയാണ്. ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. അവര്
ഒരിടത്ത് അവർക്ക് അത് പ്രതികൂലമുണ്ട് എന്ന് കരുതി യഥാർത്ഥമായിട്ട് ദൈവാത്മാവുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ എടുക്കട എന്ന് പറയുമ്പോൾ ഓറ എന്ന് പറയുന്നവനല്ല. എടുക്കട എന്ന് പറയുമ്പോൾ ഓറ എന്ന് പറയുന്നവനല്ല. ഓറ കുഞ്ഞപ്പ വണ്ടി വിട്ടോന്നു. പലയിടത്തും അങ്ങനെ സുവിശേഷം പറയാൻ നിൽക്കുന്നുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ കൂടെയുള്ളവനെ ഇട്ടിട്ട് തരുമ്പോൾ ചില പുള്ളികൾ വണ്ടിയും കൊണ്ട് പൊക്കളയും, കാർ കൊടുത്തിട്ട് പൊക്കളയും. വലിയ സമർപ്പണമൊക്കെയാ. ആ സ്തോത്രം. ഇവിടെ നോക്കണമേ, ദൈവം പൗലോസിനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാൽ തിരികെയില്ല. ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റാലും പിന്നെയും 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 സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയാണ്. വായിച്ച കുഞ്ഞേ, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. ലുസ്ത്രയിലേക്ക് ചെന്നപ്പോൾ അവിടെ കാലിൽ മുടന്തനായി, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരുവൻ അവിടെ പിച്ചയാച്ചുടലി അവിടെ ഇരിക്കുകയാണ്. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസിന്റെ ദൈവവചനം കേട്ടപ്പോൾ അവനെ ഉറ്റുനോക്കി. ദൈവവചനം കേൾക്കുമ്പോൾ എന്റെ പ്രിയരെ, നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ മുടന്തൽ മാറുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ, നിന്റെ വേദനകൾക്ക് പരിഹാരമുണ്ടാകുവാൻ, നിന്റെ തലമുറകളോട് നീറിപ്പകയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ എന്റെ യേശു മതിയായവനാണ്. സ്തോത്രം ചെയ്യാമോ പ്രിയരെ? വായിച്ച കുഞ്ഞെ, അവനെ ഉറ്റുനോക്കി. പൗലോസിനെ അവർ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവൻ വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസം. ഇവിടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമോ, എന്നെ കേൾക്കുന്ന ദേശമേ, നീ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ മുരിങ്ങിരാ മൂലയിൽ ഇന്നവരുടെ മകനായ എന്നെ വിടുവിച്ചവനായ ദൈവം ഇന്നേക്ക് 50-55 വർഷത്തിന് മുൻപ് ഒരു ക്ഷയരോഗിയായിട്ട് ഈ ഭൂമിയിൽ ഞാൻ നിൽക്കുന്ന ഈ മണ്ണിൽ തന്നെ ചോർന്നൊലിക്കുന്ന ഷെഡിൽ കിടന്ന എൻ്റെ പിതാവ്, ഈ എൻ്റെ പ്രിയപ്പെട്ടവരിയ്ക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ, പ്രത്യേകിച്ച് അച്ഛനായിരിക്കുന്ന അവിടെയായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. ചോർന്നൊലിക്കുന്ന വീട് 3-4 വർഷം കഴിയുമ്പോഴാണ് ഒന്ന് മേയുന്നത്. ഒരു വർഷത്തിൽ ഓണത്തിനോ അയൽവക്കക്കാരുടെ വീടിൻ്റെ പുറമേയുമ്പോഴാണ് വിശപ്പടക്കി ഒരു ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ ദേശമാണിത്. പ്രദേശവാസികൾക്കൊക്കെ, പ്രായമായവർക്കൊക്കെ എന്നെ അറിയാം, എൻ്റെ അപ്പനെ അറിയാം. ജനിച്ചു വളർന്ന ഭൂമിയാ. ഞാൻ ജനിച്ചു വളർന്ന് ഇഴഞ്ഞു നീങ്ങിയ മണ്ണാണിത്. ഈ മണ്ണിൽ ഇഴഞ്ഞ മറിഞ്ഞ് വീണ് മണ്ണേതാ ശരീരമേതാ എന്നറിയാത്ത രീതിയിൽ കുഴിഞ്ഞു മറിഞ്ഞ് വളർന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ യേശുവിനെ ഞാൻ അറിഞ്ഞത് നിമിത്തം എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോളിയോ രോഗിയായിട്ട് എൻ്റെ കാല് മടങ്ങിയതായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ അന്ന് സ്കൂളിൽ വന്ന് എടുത്തുകൊണ്ട് വരികയായിരുന്നു. കോട്ടയം NSS സ്കൂളിൽ നിന്നും പോളിയോ ബാധിച്ച് കാലം മടങ്ങിപ്പോയി. 6ാമത്തെ പീരീഡിൽ 7ാമത്തെ പീരീഡ് ഭയങ്കര വേദന. ഈ പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, കുട്ടികൾ പലരും വന്ന് വീട്ടിൽ പറഞ്ഞു, എൻ്റെ അപ്പൻ അവിടെ വന്ന് എന്നെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. പല വൈദ്യന്മാരെ കാണിച്ചു, പലയിടങ്ങളിൽ പോയി. എൻ്റെ യേശുവിന് വേണ്ടി എന്നെ സമർപ്പിച്ചു. എൻ്റെ യേശുവിന് വേണ്ടി എന്നെ സമർപ്പിച്ചതുകൊണ്ടുണ്ടല്ലോ ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ യേശുവിനെ കണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് കാപ്പിക്കമ്പിൽ കാലുചുറ്റി ഈ നാട്ടിലൂടെ പിച്ച എടുത്ത് നടക്കേണ്ടവനാണ്. ഞാൻ ഈ നാട്ടിലൂടെ കാപ്പിക്കമ്പിൽ കാലുചുറ്റി പിണഞ്ഞു ചുറ്റി ഒരു ദരിദ്രനായിട്ട്, ഒരു നിന്നാപാത്രമായിട്ട് എല്ലാ വീടുകളിലും റോഡിൻ്റെയും കവലയിൽ പിച്ച യാചിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ യേശുവിനെ ഞാൻ അറിഞ്ഞ നിമിത്തമായിട്ട് എൻ്റെ ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു. കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന, ആ കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആമേൻ. കഷ്ടതയും പട്ടിണിയും ഏറിടുന്നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടുന്നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോലെ ഭാഗ്യം ഭൂമിലെന്തുള്ളൂ. യേശുവിനെ ഞാൻ അറിഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരു വികലാംഗനായിട്ട്
പോളിയോ ബാധിച്ച് 2 കാലും മടങ്ങിയവനായിട്ട് റോഡിലൂടെ നിരങ്ങി താഴെ ഒരു പ്ലാസ്റ്റിക്കോ ഒരു ചാക്കോ ഇട്ട് അതിലൂടെ നിരങ്ങി നടക്കേണ്ടവനല്ലേ എൻ്റെ യേശുവിനോട് ഞാൻ ചാടാതിരിക്കാൻ പറ്റുമോ? എന്നെ നിർത്തിയ ദൈവം, എൻ്റെ കാര്യങ്ങൾക്കും മറിയാടികൾക്കും കരുത്ത് തന്ന ദൈവം. ഒരു മഹാക്ഷയ രോഗിയായിരുന്നു എൻ്റെ പിതാവ്. 55 വർഷം മുൻപ് യേശുവിനെ കണ്ട നിമിത്തമായിട്ട് സൗഖ്യം പരിപൂർണമായി പലയിടങ്ങളിൽ പോയി നേർച്ച കാഴ്ചകൾ കഴിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, കാവടിയുടെ ഭസ്മം കൊടുക്കാൻ പോയൊരു കാലമുണ്ടായിരുന്നു എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിന് വേണ്ടി. തൻ്റെ അടുത്താണ് പറയുന്നത്. പലയിടങ്ങളിൽ പോയി പല മലകൾ കയറി അവരാരും എൻ്റെ അപ്പന് സൗഖ്യം കൊടുത്തില്ല. എൻ്റെ യേശു എൻ്റെ അപ്പന് പരിപൂർണ സൗഖ്യം കൊടുത്തു. വർഷം 55 കഴിഞ്ഞു. 90 വയസ്സുണ്ട് എൻ്റെ അപ്പനിപ്പോൾ. 55 വർഷം കഴിഞ്ഞ് 90 വയസ്സുള്ള അപ്പൻ ഇപ്പോഴും ആരോഗ്യവാനായി കയറി ഇറങ്ങി നടക്കുന്നു. യേശുവിനെ അറിഞ്ഞ നിമിത്തമാണ് പ്രിയരെ ഇതൊക്കെ സംഭവിച്ചത്. എന്നെ സമപ്രായക്കാർ പലരും ഇന്ന് ഈ അയൽവാസികളായിട്ടില്ല, മരിച്ചുപോയി. ഉള്ളവർ പലരും പ്രതിസന്ധിയിലും ഞെരുക്കത്തിലുമാണ്. എന്നാൽ എന്നെ എൻ്റെ ദൈവം തീർത്തിയിരിക്കുന്നത് യേശുവിനെ അറിഞ്ഞ നിമിത്തമാണ്. ഇവിടെ നോക്കണമേ, നമുക്ക് വായിച്ചു വരാം. പൗലോസ് ലൂസ്ത്രയിൽ ഒരു രോഗിയെ കണ്ട്. വായിച്ചു കുഞ്ഞ്, വേഗം വായിച്ചൂടെ. സൗഖ്യം പ്രാപിപ്പാൻ അവൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഇവിടെ പൗലോസ് പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി കാര്യം പറയട്ടെ. ഇന്നേക്ക് 1970-72 മല്ലശ്ശേരിയിൽ PK സാംസാർ എന്ന് പറയുന്നതാകുന്നൊരു വ്യക്തി ദൈവവിളി ഉണ്ടായിട്ട് അവിടെ ഒരു സുവിശേഷ പ്രവർത്തനം തുടങ്ങി. വലിയൊരു ഓഡിറ്റോറിയത്തിൽ നിറച്ച് വന്ന് 100 കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടിയത്. ഈ ചുറ്റുപാട് പ്രദേശത്തു നിന്നൊക്കെ വളരെ ജനം അവിടെ കൂടി. സമുച്ചാൻ്റെ BCC ബൈബിൾ ക്രിസ്ത്യൻ ചർച്ചിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ കൂടിയവർ ഒട്ടുമുക്കാലും ഇന്ന് ഇല്ല. ഏറെക്കുറെയൊക്കെ ഞങ്ങൾ 2-3 കുടുംബമേ ഇന്ന് ജീവനോടെ ഉള്ളൂ, നന്മയോടെ ഉള്ളൂ. ഒത്തിരി എണ്ണം കയറി തൂങ്ങി, ഒത്തിരി എണ്ണം അല്ലാതെ പോയി. ഞാൻ അതിന് വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. യേശുവിനെ അറിഞ്ഞാലുണ്ടോ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എനിക്ക് അഭിമാനമുണ്ട്. ഇത് യേശുവിനെ ഞാൻ അറിഞ്ഞ നിമിത്തമുണ്ടല്ലോ എൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അനേകർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഫ്രാൻസിലെ എൻ്റെ മകൻ. ദൈവം ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണ് മകൻ്റെ വിവാഹം നടന്നു. MD ഡോക്ടറെ വിവാഹം കഴിക്കാൻ ദൈവം സഹായിച്ചു. ഒരു മോൾ MBBS 5-ാം വർഷം കഴിയാറായി. ഒരു മോൾ ഫ്രാൻസിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാൻ തക്കവണ്ണം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. യേശുവിനെ അറിയുന്നത് കൊണ്ട് എന്തിനാ ജീവിക്കുന്നത്? ജീവിക്കാൻ മാന്യമായിട്ട് ജീവിക്കണം. ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ആരെയും ഭയന്നിട്ട് കാര്യമില്ല. ഒരു നാൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളോ, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. വായിച്ച കുഞ്ഞെ, വൈര് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാൻ എന്ന് പറഞ്ഞു. ആത്മാവ് നിന്നോടൊരു കാര്യം പറഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചാൽ നീ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. വായിച്ചേ. അവൻ കുതിച്ചെഴുന്നേറ്റു. നാളിതുവരെയും നടന്നിട്ടില്ലാത്തവൻ, നാളിതുവരെ എഴുന്നേറ്റിട്ടില്ലാത്തവൻ, കാൽപാദം ഭൂമിയിൽ തൊട്ടിട്ടില്ലാത്തവൻ കുതിച്ചെഴുന്നേറ്റു. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. പലപ്പോഴും ഞാൻ ഈ സ്റ്റേജിന് എനിക്ക് പേടിയാണ്. ഇതൊരു തട്ടമിട്ട് സ്റ്റേജാണ്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞാനിതിപ്പം എനിക്കൊരു ചാടാൻ അങ്ങ് തോന്നുകയാണ്. കാരണം എൻ്റെ കാലുകളൊക്കെ കരുത്തുന്ന എൻ്റെ ദൈവമാണ്. ഒരു പോളിയോ രോഗിയായിട്ട് നടന്നിരുന്നെങ്കിൽ, വലിഞ്ഞെഴിഞ്ഞ് നടന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഏക്കർ കണക്കിന് ഭൂമി കൃഷി ചെയ്യുന്നൊരു കർഷകനാണ് ഞാൻ. അഭിമാനത്തോടെ പറയാം, ഞാൻ ശുശ്രൂഷൻ എന്നതിലധികമായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്ത് ഇപ്പോഴും കൊണ്ട് 2400ഓളം വാഴ കൊലപെട്ടാൻ പരുവമായി വരികയാണ്. ചുമ്മാതല്ല, എൻ്റെ അടുത്തോടാണ് പറയുന്നത്. ആരോഗ്യം ദൈവം തരുന്നതാണെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഒട്ടുമുക്കാലും പണി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ടൂൾസുകളും മെഷീനറീസൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും നമ്മുടെ യൗവനം. യേശുവായില്ലാത്ത കാര്യം ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? വായിച്ച കുഞ്ഞെ, വേദം വായിച്ചോട്ടെ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, പൗലോസ് ലൂസ്ത്രയിൽ ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ, ഇവിടെ പറയുകയാണ്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ജനം പറയുകയാണ്. ജനം പറയുകയാണ്, സാക്ഷാൽ ദേവന്മാർ. കാരണം ഇങ്ങനെ ഒരു സൗഖ്യം, ഇങ്ങനെ ഒരു അത്ഭുതം, ഇങ്ങനെ ഒരു വിടുതൽ, ഇങ്ങനെ ഒരു അതിശയം, ഇങ്ങനെ ഒരു വീര്യപ്രവൃത്തി വേറെ എങ്ങും കണ്ടിട്ടില്ല. ഞങ്ങൾ ബ്രദറൻ വിശ്വാസികളായിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നേക്ക് 40-40 വർഷത്തിന് മുൻപ്. അന്ന് മല്ലശ്ശേരി IPC ചർച്ച്, PMG ചർച്ച്, 2 ചർച്ച ഈ നാട്ടിലുള്ളൂ.
ആ കാലങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. IPC ചർച്ച് വലിയ വിടുതലുമൊക്കെ ഉണ്ടായിരുന്നു. ഏത് രോഗി ഇന്നാണെങ്കിൽ മൂക്കിപ്പനി വരുന്നതിന് ഇപ്പം ആംബുലൻസ് ഉണ്ടോ എന്ന് ഡോക്ടർമാർ അന്വേഷിക്കും. അത് ആവശ്യം വന്നാൽ രാത്രി ആംബുലൻസിനെ വിളിക്കണം, നമ്പർ നേരത്തെ ക്ഷേമിച്ച് വെക്കും. പിന്നെ അവിടെ ബെഡ് കിട്ടുമോ അന്വേഷിക്കും. ഏതാ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പേപ്പട്ടി കടിച്ചാലും പാമ്പ് കടിച്ചാലും മഞ്ഞപ്പിത്തം വന്നാലും ഉണ്ടല്ലോ, ദൈവദാസന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ആ സൗഖ്യം കൊടുക്കുമായിരുന്നു. ഇന്ന് ദൈവദാസന്മാർ ഒരു രോഗിയുടെ വീട്ടിൽ പോകാൻ പേടിയാണ്. കാരണം എനിക്കും പകർന്നാൽ ഞാൻ എന്തോ ചെയ്യും, എൻ്റെ കുഞ്ഞിന് എൻ്റെ ഭാര്യയ്ക്ക് പിള്ളേർ ഭർത്താവില്ലാതായി തീരുമല്ലോ. അതെ, പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ അനുഭവത്തിലാണ് പറയുന്നത്. മഞ്ഞപ്പിത്തം വന്ന് കിടക്കയോട് മഞ്ഞപ്പെട്ടാലും ഉണ്ടല്ലോ, വിശ്വാസത്തോട് പ്രാർത്ഥിക്കും, സൗഖ്യം വന്ന 100 കാര്യങ്ങൾ പറയുവാനുണ്ട്. IPC ചർച്ചിൽ വന്ന ആ കാര്യങ്ങളിൽ വലിയ വിടുതലായിരുന്നു. മല്ലശ്ശേരി IPC കുഞ്ഞ്, നിങ്ങളുടെയൊക്കെ സഭയുടെ കാര്യമായി പറഞ്ഞത്. ഇന്ന് ആർക്കെങ്കിലും മൂക്കിപ്പനിയെങ്കിലും പോകുന്നുണ്ടോ? വിശ്വാസികളെ എല്ലാവരുടെയും കയ്യിൽ പോകണ്ട, അമ്പരാനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ഡോക്ടർമാരെ എല്ലാം വിശ്വസിക്കേണ്ടത്, സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കണം. ഏത് അത്ഭുതങ്ങളും ദൈവം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞങ്ങൾ വീട്ടിൽ എൻ്റെ അമ്മയും ഞങ്ങളെ കൂടെ മല്ലശ്ശേരി അവിടെ IPC ചർച്ച പെന്തക്കോസ്തുകാർ, അവർ ഭയങ്കര ചാട്ടവും ബഹളമൊക്കെയാണ്, അവർ ഭയങ്കര ബഹളമാണ്, കൂടോത്രം അവർക്കുണ്ടെന്ന്. നിങ്ങളുടെ അമ്മ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, 10 വർഷം മുമ്പ് പറഞ്ഞതാണ്. അവർക്ക് കൂടോത്രമുണ്ട്, അവിടെ രോഗികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൗഖ്യമൊക്കെ അവർക്ക് ഏതാണ്ട് മന്ത്രവാദം ഉണ്ടെന്ന്. ബ്രദറങ്കരായിരുന്നു, ഞങ്ങൾക്ക് അത്രേ അറിയത്തുള്ളൂ. ഏതാ വിടുതലും സൗഖ്യമൊക്കെ നടക്കുന്നത് ഏതാണ്ട് കൂടോത്ര മന്ത്രവാദമാണെന്നാ. പിന്നീട് ജീവിതത്തിൽ ദൈവം നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയരെ, സൗഖ്യം തരുവാൻ കരുത്തുള്ളവൻ യേശുവുണ്ട്. ലാസർ മരിച്ച് 4 നാളായിട്ടും ലാസറിൻ്റെ കല്ലറയ്ക്ക് ചെന്നുകൊണ്ട് ലാസറേ പുറത്തു വരൂ എന്നുള്ളതാകുന്ന ആ ശബ്ദത്തോടു കൂടി മരിച്ച് 4 നാളായവൻ ഉയർത്ത് വരുവാൻ തക്കവണ്ണം യേശു മതിയായവനാണ്. യേശു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൂടി ഞാൻ വേഗം ഇരിക്കാം. ഇന്ന് യേശു എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ഡിസംബർ 25 ആവുന്നുണ്ട്, കാളയൊക്കെ അറുത്ത് കുപ്പിയും പൊട്ടിച്ച് ഇപ്പം അതായിരിക്കും യേശു എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പാസ്റ്റർ, നിങ്ങൾക്ക് ആർക്കും ക്രിസ്തുമസ് ഇല്ലയോ? ഞങ്ങൾ പറയും, ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് യേശു ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് മുതൽ ഞങ്ങൾക്ക് ക്രിസ്തുമസാ, ജീവിതകാലം മൊത്തം മരിക്കുന്നവരെയും ക്രിസ്തുമസാ. ഈസ്റ്റർ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ നിങ്ങൾക്ക് ഈസ്റ്റർ ഇല്ലയോ? ഇല്ല പ്രിയരെ, അതൊന്നും ദൈവവചനത്തിന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ല, ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്ന് വേദപുസ്തകം കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. യേശു മരിച്ചടക്കപ്പെട്ടത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപാ. ആ മരിച്ചടക്കപ്പെട്ട യേശുവിൽ നമ്മൾ വിശ്വസിച്ച് ജീവിതത്തിൽ യേശുവിൻ്റെ ജന്മം ജീവിതത്തിലൂടെ പ്രാപിച്ച് മാതൃകയുള്ള സാക്ഷ്യമുള്ള ജീവൻ നയിക്കുകയാണ്. അപ്പം പലരും ചിന്തിക്കുന്നത് യേശു വർഷാവർഷം മരിക്കുകയും വർഷാവർഷം ജനിക്കുന്നു എന്ന്. അങ്ങനല്ല പ്രിയരെ, അല്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകചരിത്രത്തെ AD എന്നും BC എന്നും 2ആയിട്ട് വിഭാഗിച്ച ചരിത്ര പുരുഷനാണ് യേശു. ഒരു പക്ഷേ താങ്കൾ യേശുവിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം. യേശുവിനെയും യേശുവിൻ്റെ നാമക്കാരെയും വകവരുത്തണമെന്ന് വളരെ ചങ്കൂറ്റത്തോടെ പറയുന്ന വ്യക്തിയായിരിക്കാം. അല്ല സ്നേഹിത, അല്ല. യേശുവാണ് ഈ ലോകചരിത്രത്തെ തിരുത്തി എഴുതിയത്. യേശുവിന് മുൻപുള്ളത് BC എന്നും യേശു കഴിഞ്ഞത് AD എന്നും വിഭാഗിക്കപ്പെടുവാൻ അത് ഒരു ജാതി മതമല്ല, സകലവിധ ജാതി മനുഷ്യരും സകല ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നുവെങ്കിൽ യേശുവാണ് അതിന് കാരണഭൂതൻ. യേശുവിന് കഴിയാതെ ഈ ലോകത്തിലൊരു ജീവിതമില്ല. ഇവിടെ നോക്കണമേ, ലൂസ്ത്രയുള്ളവരെല്ലാം പറയുകയാണ്, സാക്ഷാൽ ഇവർ ഇന്ദ്രനും ഇവർക്ക് എന്തോ മന്ത്രവാദ ശക്തിയാണ്. എന്നിട്ട് അവരെ അങ്ങ് പുകഴ്ത്തുകയാണ്. പക്ഷെ അവരെന്താ പറഞ്ഞു? വായിച്ച കുഞ്ചാനാപ്പെട്ട് പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ ക്ഷേത്രാധിപനും അവിടെ എത്തിയെന്ന്. അപ്പൊ ഇത്രയുള്ളെന്ന കാര്യം അവർക്ക് മനസ്സിലായി. ക്ഷേത്രാധിപനും സാറേ കാര്യം മനസ്സിലായി. നമ്മുടെ കർമാദികളും നമ്മുടെ പുണ്യാദികളും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയുള്ള പരിപാടി. പണ്ട് ഈ ആണിരോഗം ബാധിച്ച ഒരു പുള്ളി ചികിത്സക്കാരനായി തീർന്നു. പുള്ളി പറഞ്ഞു, സകലവിധ ആണിരോഗികൾക്ക് ഞാൻ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം പുള്ളി പറഞ്ഞു, വലിയ പരസ്യം ചെയ്തു, ഇന്ന ദിവസം ഇന്നടത്ത് ഞാൻ ഇന്ന തെരുവിലിരിക്കും, ആണിരോഗം ബാധിച്ചവരെല്ലാം ഇവിടെ വരണമെന്ന് പറഞ്ഞു. അന്ന് ആണിരോഗം ബാധിച്ച വലിയൊരു സമൂഹത്തെ ഈ വാർത്ത കേട്ടവരെല്ലാം അവിടെ കൊണ്ടുവന്നു. എന്താ, ആണിരോഗത്തിന് ചികിത്സ തരുന്ന ഒരു മഹാമനുഷ്യ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. പാസ്റ്റർ ലാസർ മാത്യു പണ്ടങ്ങാണ്ട് പറഞ്ഞു കേട്ടൊരു വിഷയമാണ് ഞാനിത്. എല്ലാവരും അവിടെ ചെന്നു. ആണിരോഗത്തിൻ്റെ ചികിത്സകനായിരിക്കുന്ന വ്യക്തിയെ കാണാൻ ചെന്നപ്പോൾ ഒരു വലിയ ടേബിൾ വെച്ചിട്ട് ആ ടേബിളിന് മുൻപിൽ കാലും നീട്ടി വെച്ചിട്ട് ഒരു മനുഷ്യൻ ഇരിക്കുന്നു.
മനുഷ്യൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ആണിരോഗം ബാധിച്ചവരല്ലേ, എന്നെ കണ്ടുപടി, ഞാൻ ആണിരോഗത്തിന് വിദഗ്ധനാണ്, എനിക്ക് കാല് തറയെ കുത്താൻ പറ്റുകയില്ല, എന്നെ എല്ലാവരും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതിൽ കവിഞ്ഞ് വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ആണിരോഗം ബാധിച്ചവനെ ചികിത്സിപ്പിക്കാൻ ചെന്നത് മഹാരോഗിയായിരിക്കും. നാല് പേര് കാലേ നടക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കണമേ, അവിടെ തൻ്റെ പൂജാകർമാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുകയാണ്, അവരും ചെന്ന് പൗലോസിൻ്റെ കാൽക്കൽ വീഴുകയാണ്. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വളരെ വേഗം കടന്നു വരാം. യേശു എന്ന് പറഞ്ഞാൽ പലർക്കും പല അഭിപ്രായമാണ്, പല ചിന്തകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബർത്തിമായിയോട് ചോദിച്ചാൽ ബർത്തിമായിക്ക് യേശു ദാവീദ് പുത്രനാണ്. യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചപേക്ഷിക്കത്തക്ക രീതിയിൽ ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടനെ യേശു ദാവീദ് പുത്രനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പലരും അവനെ ആക്ഷേപിച്ചു. ഇവൻ ആരാണ്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? അതെ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ പെരുന്തച്ഛനാണ്. അവൻ്റെ കൈ കൊണ്ട് വരച്ച ചിത്രമാണ് ഈ പ്രപഞ്ചം. യേശുവിനെ പലർക്കും പുച്ഛമാണ്. എന്നാൽ ഉണ്ടാകട്ടെ എന്നൊരു വിട്ടി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ, ഉലകത്തിൻ്റെ ഉടവനാകുന്ന യഹോവയായ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ലോകത്തെ വളരെ വേഗം തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർപ്പാൻ തക്കവണ്ണം കടന്നു വരും. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനവും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടി വരുന്ന സമയം ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതാ സുനാമി എന്നുള്ളതാകുന്ന അതേ ഒരു പ്രശ്നമുണ്ടായി, മനുഷ്യർക്ക് വലിയ കഷ്ടതയുണ്ടായി, ഒരു വലിയ ജലപ്രവാഹമുണ്ടായി. 2018 അവിടെയും വലിയ വിഷയമുണ്ടായി. പിന്നെ കോവിഡ് വന്നു, സകല മനുഷ്യരും സോറി പറയേണ്ട അവസ്ഥയുണ്ടായി. ഇനിയും അതാ അതിനും വലിയ ഒരെണ്ണം കടന്നു വരുന്നു. ഇനിയും ഇതിങ്ങനെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് കുറയുകയില്ല, ഇത് ശമനമുണ്ടാക്കുകയില്ല. എന്നാൽ എൻ്റെ പ്രിയരെ, ഇന്ന് നിന്റെ പ്രാണൻ നിന്റെ ശരീരം വിട്ടുപോയാൽ തീച്ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ടാകും. ഒരു ദുർദിനം വരും. സകല അഹങ്കാരികളും താടിയാകുന്ന ഒരു സമയമുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. പലർക്കും യേശുവിനെ പുച്ഛമാണ്. യേശുവിൻ്റെ മാർഗ്ഗക്കാരെ, യേശുവിൻ്റെ നാമക്കാരെ എങ്ങനെ വകവരുത്താമെന്നാണ് നോക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ളവരെ പറ്റത്തില്ല. ഒരു ചിന്ത ഞാൻ പറയുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വോൾട്ടയർ എന്ന് പറഞ്ഞാകുന്ന ഒരു തത്വചിന്തകനുണ്ടായിരുന്നു. ഭയങ്കര ജ്ഞാനിയായിരുന്നു. ഭയങ്കര ജ്ഞാനി, തത്വചിന്തകൻ, ചിന്തകന്മാരുടെ ചിന്തകൻ. വോൾട്ടയർ ഒരിക്കലും ഒരു പോസ്റ്റ് അങ്ങ് വിളിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ വേദപുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം ഈ ഭൂമുഖത്തിൽ നിന്നും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലെന്ന് വോൾട്ടയർ വിളിച്ചു പറഞ്ഞു. എന്നിട്ടത് പ്രിന്റ് ചെയ്ത് പുസ്തകമാക്കി കൊടുത്തു വിട്ടു. നാട് മൊത്തം പ്രചരിപ്പിച്ചു. സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇനി ഭൂമിതലത്തിൽ ഉണ്ടാക്കുകയില്ല. അത് ലൈബ്രറി പോലും കാണാനൊക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വോൾട്ടയർ ഇതെല്ലാം ബുക്കുകളൊക്കെ എഴുതി വിട്ടു. പക്ഷേ 50 വർഷത്തിനുള്ളിൽ വോൾട്ടയറിൻ്റെ ആ ഭവനവും തൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സും ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകം പ്രിന്റ് ചെയ്യുന്ന, അത് സ്റ്റോക്ക് ചെയ്യുന്ന ശാലയാക്കി തീർത്തു. ഹല്ലേലൂയ. അങ്ങനെ ഡയോക്ലിഷ്യൻ നിരവധി പേര് വേദപുസ്തകത്തെയും സുവിശേഷകന്മാരെയും ദൈവനാമത്തെയും ഉന്മൂലനാശം ചെയ്യുവാൻ നോക്കി. പക്ഷെങ്കിൽ അവരെല്ലാം പരാജയപ്പെട്ടു. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. എവിടെ ഡൊമീഷ്യൻ, എവിടെ നൂറോ? ഉന്മൂലനാശം ചെയ്യാൻ നോക്കിയവരെല്ലാം ഉന്മൂലനാശം ചെയ്തു. കാലയവനിക്കുള്ളിൽ അവർ മറന്നുപോയി. എന്നാൽ മരിച്ചടക്കപ്പെട്ട 3 നാൾ ഉയർത്തെഴുന്നേറ്റവൻ യേശു മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദേശമേ, നിങ്ങളുടെ മുൻപാകെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ മുൻപാകെ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. നമുക്ക് സമർപ്പിതരായി ജീവിക്കാം. യേശുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരാം. യേശുവിനെ സാക്ഷ്യമുയർത്താം. യേശുവിൻ്റെ നാമത്തെയും ഉയർത്തി ദൈവത്തിൻ്റെ പ്രിയപുത്രനായി തീരുവാൻ, ദൈവസഭ ഭൂമിയിൽ പിന്നെയും അഭിവൃദ്ധിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നിമിഷം കണ്ണുകളെ അടയ്ക്കാം. വളരെ സമയം വൈകിപ്പോയിരിക്കുന്നുവല്ലോ, അല്പസമയം വൈകിപ്പോയിരിക്കുന്നുവല്ലോ. നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ.
ദൈവശക്തി നമ്മുടെ മേലുണ്ടാകട്ടെ. ദേശത്തിന്മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വചനം കേട്ട എൻ്റെ പ്രിയ ദേശമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, എന്നോരോട് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിലൊരു കാര്യം പറയുവാണ്. എന്നെ രക്ഷിച്ച് ഈ ദേശത്തിൽ നിർത്തിയിരിക്കുന്ന, എന്നെ വിടിവിച്ച് ഈ ദേശത്തിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, അതിശയം ചെയ്യുന്ന, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരു യേശുവുണ്ട്. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളത് ഈ ഭൂതലത്തിൽ ജീവിക്കുന്ന, ജനിച്ച ഏതൊരു മനുഷ്യൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഒഴിഞ്ഞു പോകാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. ഒഴിഞ്ഞു പോയാൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് തീളച്ചത് ചൂള പോലെ കത്തുന്ന ഒരു ദുർദിനമാണ്. അവിടെ സകല അഹങ്കാരികളും ചെന്ന് വീടും. വേദപുസ്തകമായാലും ഏത് വിശ്വാസ പ്രമാണങ്ങളായാലും മനുഷ്യൻ്റെ മരണശേഷം ഒരു സത്യം പറയുന്നുണ്ട്. പല ചിന്തകളാണ്, പല ഭാവങ്ങളാണ്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ എഴുതപ്പെട്ടതെല്ലാം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നടക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ദേശത്തെ നമുക്ക് അവകാശം വയ്ക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടാകട്ടെ. ഒരാത്മാവിൻ്റെ ബലം ഈ ഭൂമിയിൽ സകലത്തിലും വലുതാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടതായിട്ട് വന്നാലും ശരി, ഒരാത്മാവിന് വേണ്ടി നമുക്ക് കണ്ണുനീരൊഴുക്കാം, ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ബെർണോയ ശീമോൻ ഒരു കാര്യം മനസ്സിലായി. ജഡരക്തങ്ങൾക്ക് മനസ്സിലാകാത്തത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ജ്ഞാനം. ഒരു മുക്കുവനായിരുന്നവൻ സഭയുടെ അധിപനായി ഇന്നും 266 പോപ്പായിട്ട് വത്തിക്കാനിൽ അത് ആ സ്ഥാനങ്ങളിങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരുടെ അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. യേശുവുള്ള വിശ്വാസം നമ്മളിലുണ്ടാകട്ടെ. ദൈവകൃപ നമ്മളിൽ ഉണ്ടാകട്ടെ. ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. നിത്യമായ ശാപത്തിലും തീയിലും അത് അകപ്പെടാതെ വണ്ണം നമുക്ക് നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കപ്പെടാം. ഇത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തിനുണ്ടാകെ വളരെ പ്രാർത്ഥനയോട് കൂടി ഇരുന്ന നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് പിന്നെ അനുഭവിക്കാതെ നമ്മളെ ഒരുക്കപ്പെടാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം.